സായിഖ് ഡ്രൈവ് ചെയ്യാണ്. സായിഖ് എന്ന് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയറില്ല? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. نعم. واخونا محمد ياسين مرحبا يا حبيبي. حياك الله. الله يحييك. حالك يا طيب؟ الله يبارك فيك. والله انت في عمان الحين ها؟ صح؟ هو حاليا في عمان. في عمان ما شاء الله. طيب كيف عمان؟ ما شاء الله عمان حلو، وايد حلو، يعني زي كل الامارات. الامارات يعني زحمه شديده في الامارات، لكن في عمان هدوء، يعني بيئه هدوء وسلام وامن. يعني ايوه احب اكيد. عمان، احب عمان اكثر من المملكة. عشان مطر ممكن انت موجود صح؟ لا، ما عشان مطر، يعني تعشيره حقي انتهى، فقيد هني. ايوه طيب. لا انت وصلت في عمان وبعد يصب المطر صح؟ لا، قبل رمضان جيت هني. قبل رمضان. اي جيت قبل رمضان يعني ما شاء الله. طيب ايوه انتهيت تأشيرتك صح؟ ايه تمام. بارك الله فيك يا اخ محمد ياسين، والله سمعت صوتك الله بعد يخليك. زمان وحصلتك. ايه وانا كمان سعيد جدا. والله شكرا، حياك الله. نعم يا جماعة الخير، يلا كلموا وافتحوا فيديو لو تقدرون. بتنورك فيديو انتيا. Whatever we're finding تمام. does not fall into either of the pools, the main or the special. افتحوا فيديو لو تقدرون. احنا الحين نبدأ جلستنا جديدة في البداية، يعني 21 في البداية. ممكن هذا الجلسة الثانية صح؟ Okay, so طيب. maybe it's okay whenever it is mixed, whenever it is business. جاهزون انتم؟ جاهزون انتم لتعليم اللغة ونتكلم اللغة ان شاء الله زي العرب ومع العرب بإذن الله. اوكي؟ تمام. നോയ്സ് വരുന്നുണ്ട് ഭയങ്കരമായിട്ട് ചിലയിടത്തുനിന്നൊക്കെ അല്ലേ? اوكي ഞാൻ ജസ്റ്റ് ഒന്ന് അറ്റൻഡൻസ് എടുക്കുന്നുണ്ട്. اخ محمد ياسين والشيخ سنوفر وشيخ شهاب واخت صادجة وشيخ أرون قمار وصاحب ايفون. من هذا ايفون؟ واخت عابدة، واخت سمية، شيخ سميل عمر، وشيخ دينا شاجي، وعم سيف الله، اخت فيروز نمبتا، وشيخة آزمي شاجهان، واخت أنسية بنت شاه الحميد صح؟ ممكن. وشيخة أنور، عم أنور، عمنا زمير، وشيخ خليل خلي، وشيخ عدنان، أخوي زبير بيم، واخت رزانة أبناس، واخت نجمة شيخة سهارة جمال، دكتورة أنوجة، واخت سمية. كلكم موجود صح؟ جاهزون إن شاء الله. تمام. നമ്മൾ പറഞ്ഞതുപോലെ ഒന്ന് ബാക്കോട്ട് അടിച്ചിട്ട് ഫ്രണ്ടിലേക്ക് വരാം എന്നതായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ? തമാം. റെഡി അല്ലേ? ഞാൻ ചോദിക്കുന്നത് ടെൻസില്, അറബി ടെൻസില് നിങ്ങൾക്ക് ആർക്കൊക്കെ ഡൗട്ട് ഉണ്ട്? ഇപ്പോഴും ഡൗട്ട് ഒന്നും കൂടെ ക്ലിയർ ആവാണ്ട് എന്നുള്ളവര് ആരൊക്കെ ഉണ്ട്? നമ്മുടെ മോർണിംഗിലെ സൂം റെക്കോർഡ് എല്ലാവർക്കും വന്നോ? വന്നു ഒന്നില്ലേ? വന്നിട്ടില്ലല്ലോ. ഒന്നില്ല. വരാത്ത ആളുകളൊന്ന് എനിക്ക് വരാത്തവര് ഹായ് വിട്ടാ മതിയെ. ഏതോന്ന് വിട്ടുപോയിട്ട്. സർ 3 സെഷൻസ് അല്ലേ ഉള്ളത്? സെയിം ക്ലാസ് തന്നെയല്ലേ 3 സെഷനിലുള്ളത്? ഇത് നമ്മൾ ഫ്ലുവൻസിൽ 3 ഒരേപോലെ ആവണമെന്നൊന്നുമില്ല. നമ്മൾ പരമാവധി പറയാ എന്നുള്ളതാണ് അല്ലേ? അപ്പൊ 3 ടൈം അറ്റൻഡ് ചെയ്യണോ?
മൂന്നും അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ റെക്കോർഡ് കേൾക്കുക, നിനക്ക് ചെയ്യാം. മൂന്നും ടോപ്പിക് ഒന്നായിരിക്കും, എന്നാൽ ഒരേപോലെ തന്നെ പോണമെന്നില്ല എന്ന് പറയാം. ഓക്കെ, നമ്മള് ഒന്ന് ടെൻസിന്റെ കാര്യങ്ങളൊന്നും കൂടെ ക്ലിയർ ആക്കാന്നാണ് വിചാരിച്ചത്. 21 20 ഒക്കെ 20 എല്ലാവരും ക്ലിയർ ആയിരിക്കും അല്ലെ? നമ്മുടെ അഹ് യാസീൻ നന്നായിട്ട് അറബികളെ പോലെ തന്നെ സംസാരിക്കുന്ന ആളാണ്. അവരൊക്കെ നമുക്ക് യൂസ് ചെയ്താൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. ഓക്കെ, യാസീൻ, ഇവിടെ കുറെ ആളുകളുണ്ട് അങ്ങനെ അറബികളെ പോലെ തന്നെ ലുക്കില് സംസാരിക്കുന്നവരോടൊപ്പം ചേർന്നിട്ട് നന്നായിട്ട് പറയാൻ ട്രൈ ചെയ്യാം. അവരോട് ആ ഒരു മോഡുലേഷൻ ഒക്കെ എടുത്തിട്ട് പറയാം. ഓക്കെ, മുംകിൻ നബ്ദ അല്ലെ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മോർണിംഗിൽ ഉണ്ടായിരുന്നവർക്ക് ഒന്നും കൂടെ കിട്ടും, ഇല്ലാത്തവർക്ക് ഫസ്റ്റ് ആയിട്ട് കിട്ടും അല്ലെ? ഞാൻ മർഹബ യാ ഉഖ്തി ആബിദ, എന്തോ പറയാണ്ടോ? ഇല്ല. ഓ, ഞാൻ ഹാൻഡ് റൈസ് ചെയ്തുകൊണ്ട് ചോദിച്ചതാണ്. റെഡി, തുടങ്ങാം അല്ലേ? നമ്മളെ ടെൻസിനെ അറിയണം ആദ്യം. എന്റെ അഭിപ്രായത്തിൽ ആദ്യം നമ്മൾ നമ്മുടെ ഭാഷയാണ് അറിയേണ്ടത്. നമ്മുടെ ഭാഷ അറിഞ്ഞാല് വേറെ ഭാഷയിലേക്കൊക്കെ പോകാൻ നമുക്ക് എളുപ്പമായിരിക്കും. നമ്മുടെ ഭാഷ അറിഞ്ഞാൽ അല്ലേ? ഞാന് അറബി ഇവിടുന്ന് നന്നായിട്ട് പഠിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കലക്കി കുത്തിയിട്ടാ പോയെ. പിന്നെ മൊത്തത്തിൽ അതിനെ മാറ്റി വെച്ചിട്ട് അറബികളെ പോലെ എന്താക്കി പറയാൻ വേണ്ടിയിട്ട് സ്പോക്കൺ മാത്രം ക്യാച്ച് ചെയ്തിട്ട് പഠിച്ചതിനെ മൊത്തം അരിക്കാൻ നീക്കി. അതുകൊണ്ട് എന്താന്ന് വെച്ചാല് ബുക്ക് ഭാഷ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല. ബുക്ക് ഭാഷ ഇങ്ങനെ കേട്ടാൽ അറിയുമെന്നല്ലാതെ അതിനെ പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. അതൊരു നെഗറ്റീവാണ്. അതേ സ്ഥാനത്ത് നമ്മുടെ ഭാഷ അറിഞ്ഞതുകൊണ്ട് ആ ഭാഷയെ ക്യാച്ച് ചെയ്യാൻ, ഇതിന്റെ പോയിന്റ് എങ്ങനെയാണ്, ഇതിന്റെ ഗ്യാപ്പ് എങ്ങനെയാണ്, ഗ്യാപ്പ് എങ്ങനെ ഫില്ല് ചെയ്യണം, മലയാളത്തിൽ എത്ര പ്രീപൊസിഷൻസ് ഉണ്ട്, മലയാളത്തിൽ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, മലയാളത്തിന്റെ പ്രസന്റ്, ഫ്യൂച്ചർ, പാസ്റ്റ്, പ്രസന്റ് കണ്ടിന്യൂസ് എല്ലാം എങ്ങനെ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇറങ്ങിയതിന് ശേഷമാണ് മാറ്റം സംഭവിച്ചത്. അപ്പൊ അവിടെ നമ്മളും അതാണ് അറിയേണ്ടത്. നമ്മുടെ ഭാഷയിൽ നമുക്ക് തെറ്റില്ലല്ലോ. നമ്മുടെ ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ ശരീരത്തിൽ ഒരു പാമ്പിനിട്ടാൽ ഒരു ഓ ഗോഡ് എന്നാണ് കരയുന്നെങ്കിൽ ആൾ ഇംഗ്ലീഷുകാരനാണ് അല്ലേ? യാ റബ്ബ് എന്നാണെങ്കിൽ ആള് അറബിയാണ്. പാടച്ചോനെ കുടുങ്ങിയല്ലോ എന്നാണെങ്കിൽ ആൾ മലയാളിയാണ്. ഏത് ഭാഷയാണ് പേടിക്കുമ്പോ വരിക? അതാണ് ആളുടെ സ്വന്തം ഭാഷ അല്ലേ? അല്ലല്ല, ശരിയല്ലേ? അല്ലേ? അല്ലേ? പെട്ടെന്ന് എന്തെങ്കിലും കാണുമ്പോ ഏത് ഭാഷയിലാ അപ്പൊ കരയാന്ന് കിട്ടുമോ? ഏത് ഭാഷയിലൊക്കെ? സ്വന്തം ഭാഷയെ വരാം. അവിടെ നമ്മുടെ ഭാഷയെ നമ്മൾ സെറ്റാക്കുന്നതിനനുസരിച്ച് മാത്രമേ അപ്പുറത്തെ ഭാഷ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും ഡൗട്ട് ആയിരിക്കും. അപ്പൊ നമ്മൾ അറിയേണ്ടത് മലയാളത്തിൽ എത്ര പാസ്റ്റ് ശൈലി ഉണ്ട് എന്നുള്ളതാണ്. ആരൊക്കെ ഇത് ചോദിക്കുന്നുണ്ട്? ഏറ്റവും നമ്മള് പിന്നെ ലിങ്ക് ഒന്ന് സ്റ്റാർ ചെയ്ത് വെക്കണേ എല്ലാരും. ലിങ്ക് ചോദിക്കുന്നു. ഓക്കെ, നമ്മൾ മലയാളത്തിൽ എത്ര പാസ്റ്റ് ശൈലി ഉണ്ട്? പോയി, പോയിട്ടുണ്ട്, പോയിരുന്നു അല്ലെ? ചെയ്തു, ചെയ്തിട്ടുണ്ട്, ചെയ്തിരുന്നു. എന്നാൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വേറൊന്നുണ്ട്. അഥവാ നമ്മൾ അടുത്ത കാലഘട്ടം പറയുമ്പോൾ ചെയ്തിരുന്നു എന്നാ പറയാം. കുറെ മുമ്പ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ പറയാം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? ഞാനതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ മറന്നുപോയി. ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ അവിടെ നിന്നിട്ടില്ല. എന്തെങ്കിലും ഒന്നും ഉണ്ടാവും, ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അത് കുറച്ച് ലോങ്ങിലേക്ക് ചാർജ് ചെയ്തിട്ടാണ് കൂടുതലും പറയാം ഉണ്ടായിരുന്നു എന്നത്. പക്ഷെ ഇവിടെ അല്ലാതെ നോർമലി പാസ്റ്റിനെ കഴിഞ്ഞതിനെ പറയുമ്പോ എന്താണ്? ചെയ്തു, ചെയ്തിട്ടുണ്ട്, ചെയ്തിരുന്നു. കഴിച്ചു, കഴിച്ചിട്ടുണ്ട്, കഴിച്ചിരുന്നു. പോയി, പോയിട്ടുണ്ട്, പോയിരുന്നു അല്ലെ? ഇങ്ങനെയുള്ള ശൈലികൾ. ഉറങ്ങി, ഉറങ്ങിയിട്ടുണ്ട്, ഉറങ്ങിയിരുന്നു. ഇങ്ങനെയുള്ള ശൈലി മൂന്നും എന്താണ്? അറബിയിൽ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, അത് തന്നെയാണ് എല്ലാത്തിനും. ആ സിറ്റുവേഷൻ അനുസരിച്ച് അത് മനസ്സിലാവുക ചെയ്യാം. ഇനി മറ്റൊന്ന് പ്രസന്റ്, പെർഫെക്റ്റ് ആൻഡ് ഫ്യൂച്ചർ ഉണ്ട് അല്ലെ? വർത്തമാനവും ഭാവിയും എന്ന് പറയും. ഇതിനെങ്ങനെ മനസ്സിലാവും? മലയാളത്തിൽ എങ്ങനെ പറയാ? അങ്ങനെ പറയും. ഒന്ന് ചെയ്യുന്നു, ചെയ്യാറുണ്ട്, ചെയ്യുന്നു, ചെയ്യും അല്ലെ? ചെയ്യുന്നു, ചെയ്യാറുണ്ട്, ചെയ്യും. അതെന്തായി? ഭാവിയായി.
ചെയ്യുന്നു എന്നായിരിക്കും. എല്ലാം നുന്നു വന്ന എന്തായി? ഇപ്പൊ വർത്തമാനകാലാണ്, എന്തായി? പെർഫെക്റ്റ് ആയി, പ്രസന്റ് പെർഫെക്റ്റ്. ഒന്ന് പറഞ്ഞു നോക്കാം. ചെയ്യുന്നു, പോകുന്നു, കഴിക്കുന്നു, നിൽക്കുന്നു, ഉറങ്ങുന്നു, ചാടുന്നു, ഓടുന്നു, പറയുന്നു, വരുന്നു, എല്ലാം നോ. ഇനി ഇതിനെ ക്വസ്റ്റ്യൻ ആക്കുകയാണെങ്കിലോ, ചെയ്യുന്നോ, വരുന്നോ, ഇരിക്കുന്നോ, പറയുന്നോ, പോകുന്നോ, എന്റെ കൂടെ കഴിക്കുന്നോ എന്നൊക്കെയുള്ള നോ എന്നായിരിക്കും അതിന്റെ പ്രസന്റിലെ ക്വസ്റ്റ്യനും വരിക. മനസ്സിലാവുണ്ടല്ലോ അല്ലെ? ഇതിനെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നല്ല സിമ്പിൾ ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ കഴിക്കാറുണ്ട്, പോകാറുണ്ട്, ചെയ്യാറുണ്ട്, പറയാറുണ്ട്, വരാറുണ്ടോ, കഴിക്കാറുണ്ടോ, ആളെ കാണാറുണ്ടോ, അങ്ങനെ ആ സമയത്ത് ഉറങ്ങാറുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യനും. അതേപോലെ അതും. ഇനി അടുത്തത് എന്താ? പോകും, വരും, പോകുമോ, വരുമോ, കഴിക്കുമോ, ഇരിക്കുമോ, വരും, കഴിക്കും, ഉറങ്ങും, ചെയ്യും എന്നുള്ള ആവും എന്നൊക്കെ പറയുന്നതും അത് ഫ്യൂച്ചറാണ്. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ പറഞ്ഞ 3 എണ്ണത്തിനും നമ്മൾ ഏതാ യൂസ് ചെയ്യുക? ഇപ്പൊ ഈ പറഞ്ഞ 3 എണ്ണത്തിന് ഏതാ യൂസ് ചെയ്യുക? ഒരേ വാക്കാണ്. അപ്പൊ ആകെ 2 സംഭവം നമ്മൾ കാര്യമായിട്ട് അറബിയിൽ പഠിക്കാനുള്ളൂ. ഒന്ന് പാസ്റ്റിനെ നമ്മൾ പറഞ്ഞു, ചെയ്തു, ചെയ്തിട്ടുണ്ട്, ചെയ്തിരുന്നു, അത് 3നും. അതേപോലെ ചെയ്യും, ചെയ്യാറുണ്ട്, ചെയ്യുന്നു എന്ന 3നും 1. ഇങ്ങനെ 2 കാര്യം മാത്രമേ നമ്മൾ നോക്കാനുള്ളൂ. ക്ലിയർ ആയില്ലേ? തമാം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇനി അതിന്റെ മറ്റുള്ളതിലേക്ക് പോവാണെങ്കിൽ ഏതാണ് പിന്നെ ഉള്ളത്? ഇപ്പൊ നിലവിൽ നടക്കുന്ന കാര്യം അവിടെ എന്താ? ചെയ്യാണ്, കഴിക്കാണ്, പോവാണ്, ഡ്രൈവ് ചെയ്യാണ്, ഇരിക്കാണ്, പറയാണ്, കേൾക്കാണ്, പഠിക്കാണ് എന്നതൊക്കെ ഒരു ആണും ഉണ്ടാവും. ഇതിന് ചോദ്യമോ, പഠിക്കാണോ, ഇരിക്കാണോ, ബിസിയാണോ, ഫ്രീ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ. അത് ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം പറയേണ്ടതാ. അതിന് നമ്മൾ ഇസ്മ ഫാഇൽ എന്നൊക്കെ പറയും. അതൊക്കെ പിന്നെ പറയാം. ഇപ്പൊ നമ്മൾ ആകെ 2 ടെൻസ് മാത്രമാണ് പറയുന്നത്. ഒന്ന് കഴിഞ്ഞതും പോയുള്ളതും വരാനുള്ളതും നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ജാഹിസ്. ഇങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് മലയാളം പഠിപ്പിച്ചെന്നാ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അത്രയും തീരും മലയാളം പഠിപ്പിച്ചാ? അറബി പോട്ടെ, മലയാളം പഠിപ്പിച്ചാ? പഠിക്കാതെ ഇരുന്ന് കൊടുത്തില്ല. അല്ല, മലയാളത്തിന് പ്രത്യേകതകൾ എന്താണെന്നറിയോ? മലയാളം എന്ന് പറഞ്ഞാല് നമ്മുടെ ക്രിയകളുടെ വെർബിന്റെ ലാസ്റ്റിൽ മാത്രമേ മാറ്റം വരുള്ളൂ. മലയാളം പോയി, കണ്ടു, എല്ലാം എന്താണ് ലാസ്റ്റിൽ മാത്രമേ വരുള്ളൂ. നല്ല സുഖം ശരിക്കും മലയാളത്തിന്റെ അങ്ങനെ നോക്കി പഠിക്കുമ്പോട്ടോ. മറ്റേത് കുറച്ച് കടകട്ടി വാക്കുകളുണ്ട്, പറയാൻ ബുദ്ധിമുട്ടാണ് മറ്റുള്ളവർക്കൊക്കെ. നമ്മൾ ജനിച്ചത് തന്നെ പറഞ്ഞുകൊണ്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ തുടങ്ങാം. റെഡി? നിങ്ങളൊന്നും ആവേശഭരിതരല്ല കേട്ടോ. ഞാനിവിടെ ഒരു മാറ്റർ ഇങ്ങനെ നമ്മൾ മൊത്തത്തിൽ പറയാണ്. എക്സാമ്പിൾസ് നമ്മൾ പിന്നെ പറയാം. ഇപ്പോ അതിന്റെ റൂട്ട് ഒന്ന് നോക്കാം കേട്ടോ. ഈ പറയുന്നത് പിന്നെ അറബിയിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അറബിയിലുള്ള ഒരു പ്രത്യേകത എന്താണെന്നറിയോ? മെയിൻ ആയിട്ട് എന്തുകൊണ്ടാണ് അറബിയിൽ ടെൻസിനെ കൃത്യമായി പഠിക്കേണ്ടി വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മള് മലയാളത്തില് പോയി എന്ന് പറഞ്ഞാൽ മതി, ആര് എന്ന് അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി അല്ലെ? ഞാൻ പോയി, അവൻ പോയി, നിങ്ങൾ പോയി, ഞങ്ങൾ പോയി, പോയി എന്ന് തന്നെ ആര് എന്ന് അതിലേക്ക് ചേർത്തു. ഈ ആര് എന്നതിന് ഓരോ അക്ഷരങ്ങളായിട്ട് ക്രിയയുടെ കൂടെ തന്നെ ഉണ്ടാവും അറബിയിൽ. ആര് എന്നത് ഓരോ അക്ഷരങ്ങളായിട്ട്, ഓരോ ലെറ്റേഴ്സ് ആയിട്ട് ഒബ്ജക്റ്റിനെ അതിൽ തന്നെ ആഡ് ചെയ്ത് വരുന്ന സംഭവമാണ് അറബിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ആര് എങ്ങനെ പറയണം എന്നുള്ളതാണ്. അപ്പൊ ഓരോ അക്ഷരങ്ങളാണ് ഓരോരുത്തർക്കുള്ളത്. ആദ്യം നമുക്ക് തരുന്ന ഒരു വാക്ക്, ഇപ്പൊ ചെയ്തു എന്ന് നമുക്ക് തന്നു. ചെയ്തു എന്നതിന് സവ്വ എന്ന് പറയും. ആ സവ്വ എന്നതിന് ഫഅല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവാം, അത് വേറെ വിഷയം. പക്ഷെ ഈ സവ്വ എന്നതിനെ നമുക്ക് തരുമ്പോ ആ സവ്വ എന്നതിൽ ആരുണ്ട്? അവൻ എന്നത് ഉണ്ട്. അവനെ ഒളിപ്പിച്ചിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ സവ്വായ എന്താക്കാൻ പറ്റില്ല? വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. ആർക്കേ കൊടുക്കാൻ പറ്റൂ? അവന് മാത്രമേ അവകാശമുള്ളൂ. ഓക്കെ. പിന്നെ അവൾ എന്നതാണ്. അവളുടെ പ്രതിനിധീകരിച്ച് വരുന്നതാണ്. അവന് നമ്മൾ പറയാറുണ്ട് എന്താണ്? കാറിന് എന്താ പറയാ? കാറിന്
സയ്യാറ അല്ലെ? സയ്യാറ. എന്റെ കാർ എന്ന് എങ്ങനെ പറയും? സയ്യാറത്തി. സയ്യാറത്തി. പക്ഷെ നമ്മൾ പറഞ്ഞെന്താ സയ്യാറ എന്ന് മാത്ര. ആ താ അവിടുന്ന് വന്നു എന്റെ. എന്റെ എന്നുള്ള അത് ഫീമെയിൽ ആയോ? ഈ അല്ലേ എന്റെ. സയ്യാറ എന്നതിന് താ അവിടുന്ന് വന്നു ഫീമെയിൽ ആയതുകൊണ്ട് അല്ലെ? അതെന്താണ്? ഫെമിനിൻ ആണ്. താ മർബൂത്ത വന്നു. അതേപോലെ തന്നെ എന്താന്ന് വെച്ചാല് പെണ്ണിന് ഇവിടെയും താ വരണം. ആ ക്രിയക്ക് ശേഷം ഒരു തീന്നിട്ട് കൊടുക്ക. സയ്യാറത്ത് എന്ന് പറഞ്ഞ പോലെ തീന്നിട്ട് കൊടുക്കാം. ആ ത് ആണ് അവൾ. ആ ത് ആണ് അവൾ. പിന്നെ അവർ എന്ന് വീതം വെച്ച് കൊടുക്കാൻ വേണ്ടിട്ട് ഒന്ന് നീട്ടി പിടിച്ചു. നല്ല എല്ലാവർക്കും പിന്നെ ഇവിടെ നമ്മള് ഇത് വരില്ല. രണ്ടാൾക്കുള്ള പ്രയോഗം വരില്ല സ്പോട്ടണിൽ. നമ്മള് സാധാരണഗതിയിൽ പഠിച്ചവരുണ്ടാവും. ഫഅല ഫഅല എന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലെ? സവ്വ സവ്വ എന്ന് വരണം. പക്ഷെ അത് വരില്ല. രണ്ടാളത് വരില്ല. അതവിടെ ലൂരല പറയാ. ഹുമ്മ മാത്രമേ വരുള്ളൂ. ജംഅ് മുഅന്നസും ജംഅ് മുദക്കറും സെയിം ആയിരിക്കും. പുല്ലിംഗവും സ്ത്രീലിംഗവും സെയിം ആയിരിക്കും. ഹുമ്മ എന്നായിരിക്കും വരിക. ആ ഒരു ശൈലിയാണ്. അത് പിന്നെ നമുക്ക് അത്രയും ഡീപ്പായിട്ടൊക്കെ പിന്നെ പോവാം. ഇപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ നോട്ട് ചെയ്യാണ്. ഇനി ക്ലാസ് ആയിട്ടില്ല. നമ്മളെന്താണ് നിങ്ങൾ പിന്നെ മംഗ്ലീഷ് വായിക്കാൻ അറിയാത്തവരില്ലല്ലോ അല്ലെ? ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ എന്നോട് പേഴ്സണൽ ആയിട്ട് പറയണേ, പരിഹരിക്കാട്ടോ. മാഫി മുഷ്കില. ഇതിൽ ഇംഗ്ലീഷ് എന്താവുന്നില്ല, അല്ല മലയാളം ഇതിൽ പിടിക്കുന്നില്ല. അതാണ്. ഓക്കെ, തുടങ്ങാം. ഹുവ. ഹുവ എന്നാണ് നമുക്ക് ആദ്യം കിട്ടുന്ന ക്രിയ. ഏതായിരിക്കും? ഹുവ എന്നായിരിക്കും. ഹുവ. ഓക്കെ, ആദ്യം കിട്ടല് ഹുവയാണ്. ഖലീൽ. ഓക്കെ, ഹുവയാണ് ആദ്യം കിട്ടുക കേട്ടോ. അവിടെ ഒന്നുമില്ല, അവിടെ ബ്ലാങ്ക് ആണ്. അത് ഹുവയാണ്. ഹിയ. ഹിയ എന്ന് പറഞ്ഞാൽ എന്താ? അവൾ അല്ലെ? ഷീ. ഹിയക്കോ? ഹിയക്കാണ് നമ്മൾ പറഞ്ഞത് എന്താണ്? എന്നുണ്ടാവും അല്ലെ? അപ്പൊ ആ തരുന്ന ഹുവയുടെ ഇത് തന്നെ ആയിരിക്കും ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. പക്ഷെ അതിന്റെ ലാസ്റ്റ് അക്ഷരം ആ വെച്ചിട്ടാണ് ത് എന്ന് കൊടുക്കുക. ലാസ്റ്റ് അക്ഷരം ആ വെച്ചിട്ട് ത് എന്ന് പറയും. ഇപ്പൊ സവ്വ എന്നത് സവ്വത്ത് എന്നാ പറയാ. കാൻ എന്നത് കാനത്ത് എന്നാ പറയാ. ലാസ്റ്റ് അക്ഷരം ആയാക്കിയിട്ട് കണക്ട് കൊടുക്കും. ഇനി ഹും. ഹും എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ, ലാസ്റ്റ് അക്ഷരത്തിന് എന്താക്ക? ലാസ്റ്റ് അക്ഷരത്തിന് ഊ എന്ന് സൗണ്ട് കൊടുക്കാന്ന് മാത്രം. ഊ എന്ന് അക്ഷരം കാണൂല, ഊ എന്ന് സൗണ്ട് ആക്കി മാറ്റും. പിന്നെയോ നീ എന്നതിനെന്താ? അൻത അൻതി ആണ്. അൻത അൻതി. പക്ഷെ അറബികൾ അങ്ങനെ പറയാ എൻത എൻതി ആണ്. കാരണം എന്താണെന്ന് അറിയോ? ഈ ഫസ്റ്റ് ലെറ്ററിനെ ഇവരൊക്കെ കൂടെ ചരിക്കും. ഒന്നും കൂടെ കൂടുതൽ ചെരിവ് വരും ഫസ്റ്റ് അക്ഷരത്തിൽ. അതുകൊണ്ടാണ് എൻത എൻതി ആയത്. എൻത എൻതി. ഇവിടെ നമ്മള് ഇൻതായുടെ ത, ഇൻതിയുടെ തി അത് തന്നെയാണ് വരിക. എങ്ങനെ വരും? ത തി. ഓക്കെ, ഏത് തായാണ്? നമ്മൾ കടർത്ത തായല്ല, ഇൻതായിലുള്ള തായാണ്, ഇൻതിയിലുള്ള തീയാണ്. ഓക്കെ, പിന്നെയോ ഇൻതും. ഇൻതും എന്ന് വരുമ്പോ ഇൻതും എന്നതിന്റെ തുമ്മ് തന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് തുമ്മിയാ മതി എന്ന് പറയും. അപ്പൊ എന്തായി? അവിടെ നിന്ന് തുമ്മി. തും. നഹ്ന എന്നല്ലേ നമ്മൾ ഞങ്ങൾ എന്നുള്ളത്? ഇൻതും നിങ്ങളെല്ലാവരും അല്ലെ? നഹ്ന ഞങ്ങൾ, നമ്മൾ എന്ന് പറയുമ്പോ നഹ്നായുടെ നാ തന്നെ വന്നു. അന എന്നത് വേറെ സാധനമായതുകൊണ്ട് അനക്ക് എന്താ ഉള്ളത്? തു എന്നതാണ്. അനയെ സൂചിപ്പിക്കുന്നത് തു എന്നാണ്. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ അറിയണം കഴിഞ്ഞ കാലത്തിൽ സൂചിപ്പിക്കുന്നത് അവനായിരിക്കും ആദ്യം നമുക്ക് തരുന്നത്. പിന്നെ അവളെ പ്രതിനിധീകരിച്ച് വരുന്നതാണ് ത് എന്ന്. അത് അവൾക്കുള്ളതാണ്. അവളാണെന്ന് അറിയാനുള്ളതാണ് ത് എന്നത്. ഇനി അവർ ആണ് എന്നറിയാൻ അവരെ പ്രതിനിധീകരിക്കുന്ന എന്താണ്? ലാസ്റ്റ് അക്ഷരത്തിനെ ഊ എന്നാക്കുമ്പോഴാണ് അത് അവരുടേതാണെന്ന് മനസ്സിലാവുക. നീ എന്നതിനെ പ്രതിനിധീകരിക്കുന്നത് നീ എന്ന ആണാണെങ്കിൽ ത എന്നും, നീ എന്ന പെണ്ണാണെങ്കിൽ തീ എന്നുമാണ്. ഓക്കെ, നിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ലെറ്റർ ആണ് തും എന്നത്. തും.
ഞങ്ങൾ നമ്മൾ എന്നതിനെ കാണിക്കുന്നതാണ് നാ. അപ്പൊ എന്ത് വേണ്ട? ഞാൻ എന്നതിനെ കാണിക്കാനാണ് തു എന്നത് അല്ലെ. ഇവിടെ ഇനി എന്ത് വേണ്ട? അന എന്ന്, നഹ്ന എന്ന്, അതേപോലെ തന്നെ ഇൻത എന്നൊന്നും ആഡ് ചെയ്യണമെന്നില്ല. അങ്ങനെ അങ്ങ് പറഞ്ഞാൽ തന്നെ എന്തായി? അതിന് അർത്ഥം കിട്ടി. ക്ലിയർ ആവില്ലേ? ക്ലിയർ അല്ലേ? ആണോ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ ഇതിനെ പിന്നെ ഫ്യൂച്ചറിലേക്ക് വരുമ്പോ എങ്ങനെ അറിയാം? ഹുവ ഇവിടെ നമ്മൾ പാസ്റ്റിൽ പറഞ്ഞത് ലാസ്റ്റിലാ മാറ്റം വന്നു അല്ലെ. ക്രിയകളുടെ ലാസ്റ്റിൽ മാറ്റം വന്നു. ഇനി അതിന്റെ ഫസ്റ്റിലാണ് മാറ്റം. ആ ഫസ്റ്റിൽ നമ്മൾ ഇംഗ്ലീഷുകാരുടെ യാ കൊടുത്തു. അവന് യാ അത് അവന് കൊടുത്തു. അപ്പൊ അവനെ ഇതെന്താ മീനിങ്? ചെയ്യുന്നു, ചെയ്യും, ചെയ്യാറുണ്ട് എന്നതാണ് യാ വെച്ച് വരുന്നതുണ്ടാവും. ചെയ്യുന്നു, ചെയ്യും, ചെയ്യാറുണ്ട്, അതാണ് രണ്ടാമത് പറയുന്നത്. പിന്നെയോ ഹിയ വരുമ്പോ എന്താ വരാ? ത അല്ലേ? ത പ്ലസ് വെർബ്. ഹും എന്ന് വരുമ്പോ എന്താവും? യാ വെർബ്, പിന്നെ ലാസ്റ്റ് അക്ഷരം ഊനായി മാറും. ഇൻത എന്ന് വരുമ്പോ ത പ്ലസ് വെർബ്, പിന്നെ ഇൻതി എന്നാവുമ്പോ പ്ലസ് വെർബ്, ലാസ്റ്റ് അക്ഷരം ഈന് എന്നാവും. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ഓക്കെ. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാനുണ്ടോ? റിപ്പീറ്റ് ഒരു കുഴപ്പമില്ല പറയുന്നതിന്. ഓക്കെ, ഈനായിട്ടോ. ഇനി എൻതും എന്ന് വരുമ്പോ ത വെർബ്, ലാസ്റ്റ് അക്ഷരം ഊന്. ഇതേതുപോലെ അറിയോ? അവർ എന്നതും നിങ്ങൾ എന്നതും സെയിം ആണ്. പക്ഷെ അവർ എന്നത് യാ ആയിരിക്കും, നിങ്ങൾ എന്നത് ത ആയിരിക്കും. ഓക്കെ. ഇനി ഞങ്ങൾ നമ്മൾ എന്നതാണ് നഹ്ന. എന്നൊക്കെ കേൾക്കുക കേട്ടോ. ഓക്കെ. എന്താവും? നഹ്നായുടെ നാ പാസ് കൊണ്ടുപോയി അതിന്റെ ഫസ്റ്റ് തന്നെ പ്രസന്റ് ഫ്യൂച്ചറിൽ വന്നു നാ പ്ലസ് വെർബ്. അനയുടെ ആ എന്താവും? ആ പ്ലസ് വെർബ്. ഇനി ഇവിടെ നമ്മള് ഞാൻ ചെയ്യും, ഞാൻ പറയും എന്നൊക്കെ ഉള്ളതിന്റെ ഞാൻ എന്നതിന് പറയുമ്പോ കൂടുതലും മറ്റുള്ളതിനും വരാറുണ്ടില്ല എന്നല്ല, പക്ഷെ കൂടുതലും ഞാൻ എന്നതിന് ഇവർ ഇത് പാലിക്കും. ബ പ്ലസ് വെർബ് ആണ് വരിക. ഓക്കെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പാസ്റ്റിൽ ഏതൊക്കെ വരാന്നുള്ളതാണ്. ഇതിൽ ഏതൊക്കെ വരാ? ചെയ്തു, ചെയ്തിട്ടുണ്ട്, ചെയ്തിരുന്നു. ഇനിയോ ഫ്യൂച്ചറും പ്രസന്റും ഒക്കെ സെയിം ആണ്. അവിടെ എന്ത് വരും? ചെയ്യുന്നു, ചെയ്യാറുണ്ട്, ചെയ്യും. ഇത് മൂന്നും ഇവിടെയും വന്നു. ക്ലിയർ ആയോ? അതല്ല ഇപ്പൊ നമുക്ക് വരാവുള്ളൂ അല്ലേ? ആണോ അല്ലേ? നിങ്ങൾക്ക് ഞാൻ ചുക്കാപ്പി തരും. ഇവിടെ ബ എന്ന് ചേർക്കുന്നത് നാളെ എന്നുള്ളത് ഭാവി കാലാണെന്ന് അറിയിക്കാൻ വേണ്ടി ബ ചേർക്കാണ്. പക്ഷെ അറബിയിൽ അങ്ങനെ നാളെ എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ എന്താവും? മുതാരിയായി മാറും. നാളെ എന്ന് പറഞ്ഞാൽ തന്നെ ബ എന്നൊന്നും ഇല്ലെങ്കിലും എന്തായി? ആവും എന്നുള്ളത് ആവുന്നതാണ്. പക്ഷെ സ്പോക്കണിൽ ഞാൻ എന്നതിൽ ബ ചേർത്തിട്ടല്ലാതെ അവർ പറയാറില്ല. മറ്റുള്ളതിലും ചേർക്കണം എന്നുള്ളതൊക്കെ അവര് പറയെങ്കിലും ചേർക്കാതെയും പറയാം. പക്ഷെ ഇതില് ബ എന്ന് എന്താ കാര്യം എന്ന് വെച്ചാൽ ചെയ്യാം, പറയാം, പോകാം എന്നതിനൊക്കെ ബ വേണം. അതുകൊണ്ടാണ് അങ്ങനെ. അത് ഞാൻ എന്ന് വരുമ്പോഴല്ലേ അത് പറയാം. ഞാൻ പോകാം, അവൻ പോകാം എന്ന് നമ്മൾ പറയില്ലല്ലോ. അവൻ പോകട്ടെ എന്നേ പറയൂ. ഞാൻ പോകാം, ഞാൻ വരാം, ഞാൻ കഴിക്കാം എന്നതിനൊക്കെ ബ ചേർത്തിട്ടില്ലാതെ പറയാനും പറ്റില്ല. അതുകൊണ്ടാണ് അത് ഞാൻ പോകും എന്നതും അത് തന്നെയാണ് കേട്ടോ. അത് വേറെ വിഷയം. ഞാൻ പോകാമെന്ന് മാത്രമല്ല. ഓക്കെ. അപ്പൊ നമ്മൾ കുറച്ച് രണ്ടക്ഷരമുള്ള ലെറ്റേഴ്സിനെ നമ്മൾ അറിയണം. രണ്ടക്ഷരമുള്ളതിന്. ഈ രണ്ടക്ഷരമുള്ള വേർബ് ക്രിയകള് രണ്ട് രീതിയിലാണുള്ളത്. നോക്കിയേ, ഇവിടെ ഹുവ, ഹിയ, ഹും അല്ലെ.
മലയാളത്തിലും ഇതിനൊരു പ്രത്യേകതയുണ്ട്. അവൻ, അവൾ, അവർ. മലയാളത്തിലെ ആദ്യത്തെ അക്ഷരം ആ കൊണ്ട് തുടങ്ങുന്നതാണ്. അവനും അവളും അവരും. ഓക്കെ, എന്റെ അടുത്തില്ല അല്ലെ? സംശയം ആർക്കെങ്കിലും എന്റെ അടുത്തുണ്ട്? ഇല്ല. എന്റെ അടുത്ത് ഇല്ലാത്തവരാണ് ഇവര് 3 പേരും. എന്റെ അടുത്ത് ഉള്ളവരാരൊക്കെയാ? നീ, നിങ്ങൾ, ഞങ്ങൾ, നമ്മൾ, ഞാൻ. അതെന്റെ അടുത്ത് ഉള്ളതാണ് അല്ലെ? ഫിസിക്കലി എന്റെ അടുത്തുള്ളതാണ്. ഇതിനെ പറയും 2 രീതിയിൽ പറയും. അപ്പൊ ഈ പറയുന്ന എന്റെ അടുത്ത് ഇല്ലാത്തവരെ കുറിച്ച് പറയുന്നത് ഒരു ഘട്ടവും എന്റെ അടുത്ത് ഉള്ളവരെ കുറിച്ച് പറയുമ്പോൾ സെക്കൻഡ് പാർട്ടുമായിട്ട് മാറും. എവിടെ? 2 അക്ഷരമുള്ള ക്രിയകളില്, 2 അക്ഷരമുള്ള വേർബിൽ. ഓക്കെ, അവിടെ നമുക്ക് ഇവിടെ ഫസ്റ്റ് നമ്മൾ അറബിക്കിൽ നിന്ന് പഠിച്ചെടുത്ത ഒരു വേർബാണ് ഇത്. ഏതാ പഠിച്ച ഫസ്റ്റ്? ഷാറൂഖ് ഖാൻ അല്ലേ നിങ്ങൾക്ക് കിട്ടിയത്? അല്ലേ? ആണോ അല്ലേ? അല്ലെ? ഖാൻ അല്ലേ കിട്ടിയത്? ഷാറൂഖ് ഖാൻ അല്ലേ ആദ്യം നിങ്ങൾക്ക് കിട്ടിയത്? ആണോ? ഖാൻ. ഖാൻ എന്ന് പറഞ്ഞാൽ എന്താ? ആയിരുന്നു. അതിനെന്താ പറഞ്ഞത്? ഖാൻ എന്ന് പറഞ്ഞു. ഖാൻ. ഈ അറബികളുടെ കാക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കെ എന്ന് തന്നെ വരിക. ഖാൻ. ഇനി അത് കു ആയിട്ടും കാര്യമില്ല, കെ ആയിട്ട് വരിക. കുൻതു എന്ന് പറയില്ല, കെൻസ് എന്ന് പറയും. ആ ഖാന്റെ ഒരു പ്രത്യേകതയാണ്. എപ്പോഴും ക എന്നതിന് ഫസ്റ്റ് വരികയാണെങ്കിൽ അത് കെ ആയിട്ടാണ് മാറുക. ഹുവ. ഹുവയെ നമ്മൾ പറയുമ്പോ എന്ത് പറയാം? ഹുവ ഫസ്റ്റ് വരുന്നത് തന്നെ ഹുവയാണ്. ഫസ്റ്റ് വരുന്നത് തന്നെ ഹുവയാണ്. അപ്പൊ ഫസ്റ്റ് എന്താ അവിടെ വന്നത്? ആയിരുന്നു എന്നുള്ളതിനെന്താ? ഖാൻ. ഇനി ഇവിടെ അതായിരുന്നു, ഇതായിരുന്നു, ഹോസ്പിറ്റലായിരുന്നു, അസുഖമായിരുന്നു എന്നൊക്കെ പറയുന്നതിന് ഖാന ഉപയോഗിക്കേണ്ടത്. നമ്മൾ മറ്റുള്ള വസ്തുക്കളെ കുറിച്ചൊക്കെ ആയിരുന്നു പറയേണ്ടത്. അവന്റെ വാക്ക് ഏതാണോ അതാണ് എടുക്കേണ്ടത്. ബാക്കിയുള്ളതൊന്നും അവിടെ സൂട്ടാവില്ല. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അല്ലെ? ഇനി ഹിയ എന്ന് പറയുമ്പോ ഖാന് പ്ലസ് വരും. അപ്പൊ എന്താവും? ഖാനത്ത് പറയരുത്, ഖാനത്ത്. എന്താ? അയ്യോ, ഇവിടെ പേരില്ലാത്ത ഒരാൾ അൻസാർ തന്നെയല്ലേ? ഇത് മാറിയില്ലല്ലോ. ഷെയ്ഖ് അൻസാർ അല്ലേ? ഐഫോൺ 779837 ഐഫോൺ അല്ലേ? അൻസാർ അല്ലേ പേര് പറഞ്ഞേ? അൻസാർ അല്ലേ? നിസാറോ അൻസാറോ? ഓക്കെ. ഹോം എന്ന് പറയുമ്പോ എന്താവും? ഹോം എന്ന് പറയുമ്പോ കാനന്റെ ലാസ്റ്റ് അക്ഷരം ഊ ആവും. കാനന്റെ ലാസ്റ്റ് അക്ഷരം എന്താ? കാനു ആയി. കാനു. പിന്നെ എവിടെ എത്തുമ്പോ നമ്മള് ഞാൻ പറഞ്ഞ പോലെ രൂപമാറ്റം വന്നു. കാനക്ക് എന്താവും? കാന കുന്നായി മാറും. കാന് കുന്നായി മാറും. ഇനി ഏറ്റവും രസമുള്ള ഒരു സംഭവം എന്താ ഞാൻ പറയാം. ഒട്ടുമിക്ക ക്രിയകളും ഈ പറയുന്ന രൂപമാറ്റം ഫോം ചേഞ്ച് ആയിരിക്കും അമ്ര വരിക, കൽപ്പന പ്രയോഗം വരല്, കമാൻഡ് പ്രയോഗം വരിക ഈ കുന്ന് എന്നുള്ള ഈ രൂപമാറ്റത്തിലൂടെ ആയിരിക്കും. ഇപ്പൊ കുൻ എന്ന് പറഞ്ഞാൽ എന്താ? നിയാബ് എന്നായി, കമാൻഡായി. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പറയാം കുഞ്ഞിനെ ഇങ്ങോട്ട് എടുത്തിട്ട് എന്താവുന്നു? കുൻ പ്ലസ് ത, കുൻ പ്ലസ് തി, കുൻത, കുൻതി. പറയണോട്ടോ, ഇല്ലെങ്കിൽ ഞാൻ കരയും. ഇപ്പൊ ഇത് ശകുന്തള ആവരുത്, കുന്ത കുന്തി ആവരുത്, കുന്തവുമായിട്ട് ഇവിടെ വരരുത്, താത്തി തന്നെ വരണം. കുന്ത കുന്തി. ഇനി കുൻതും അല്ലെ? കുൻതും ഞങ്ങളായിരുന്നു, നമ്മളായിരുന്നു. അങ്ങനെ പറയും കുന്ന. കുന്നായോ കുന്നോ ഒന്നും ആവരുത്, നാ തന്നെ വരണം. കുൻ പ്ലസ് നാ, കുന്ന. കുന്ന. അന കുൻതു അല്ലെ? അപ്പൊ ഞാനായിരുന്നു കുൻതു, ഞാൻ ബിസി ആയിരുന്നു. കുൻതു മശ്ഗൂൽ, ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. കുൻതു ഫിദ്ദവാം. കണ്ടോ? കുൻതു ഫിദ്ദവാം. ഇതൊന്നും നമ്മളോട് അറബികൾ യൂസ് ചെയ്യില്ല കേട്ടോ. കാനേ അറബികൾ നമ്മളോട് പറയില്ല. കാരണം എന്താണെന്നറിയോ? ഈജ് പോലെ അഡ്ജസ്റ്റ്മെന്റ് കാനയിൽ അവന്മാര് കണ്ടെത്തിയിട്ടില്ല. ഒന്ന് മാത്രം പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സാധനം കാനയിലെ അറബികൾ കണ്ടെത്തിയില്ല. അത് അവരെ പരാജയ. ബാക്കിയുള്ളൊക്കെ നമ്മളോട് പറയും അല്ലെ? ഈജി, റൂഹ്, ഷൂഫ് ഒക്കെ പറയും. ഇതേപോലെ കൂന് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് മാത്രം നമ്മളോട് ഹൈഡ് ചെയ്തത്. ആയിരുന്നു എന്ന് പറയാതെ ഭാഷ പറയാൻ പറ്റുമോ? അല്ലെ? ഈ സാധനം നമ്മളോട് പറയാത്തത് കോമൺ ആയിട്ട് എല്ലാത്തിനും കൂടെ ഒന്ന് അടിച്ചേൽപ്പിക്കുന്ന ശൈലി കാനയിലെ അറബികൾ കണ്ടെത്തിയില്ല. പുതിയത് കണ്ടെത്തിയിട്ട് വേണം. അതുകൊണ്ട് മാത്രമാണ് അവര് നമ്മളോട് ഇത് ഹൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എല്ലാം പഠിപ്പിച്ചറിഞ്ഞു തരും. കാന് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതിന് എന്താ എന്ന് പഠിപ്പിച്ചറിഞ്ഞു തരും. ഇപ്പൊ വർക്ക് നടക്കൂലല്ലോ. ഓക്കെ,
ഇനി ഫ്യൂച്ചറും പ്രസന്റ് വന്നാൽ നമ്മൾ അറിയണം കേട്ടോ. ഇവിടെ എന്തൊക്കെയാ ആയിരുന്നു എന്നുള്ളതാണ്. ഇനി ഫ്യൂച്ചറും പ്രസന്റിലേക്ക് വരുമ്പോ നമ്മൾ പറഞ്ഞു ഈ രൂപമാറ്റം ഉണ്ടല്ലോ, ഈ പറഞ്ഞ ഫോം ചേഞ്ച്, ഈ സാധനാണ് എവിടെ വരിക? പ്രസന്റ് ഫ്യൂച്ചർക്ക് എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് വരണം? എന്ത് വരണം? കാനന്റെ രൂപം എങ്ങനെ മാറി? കാന് കുഞ്ഞായി മാറിയില്ലേ? കാന് കുഞ്ഞായി മാറും. അപ്പൊ ഇവിടെ എന്ത് വരണം? യക്കുൻ എന്ന് വരണം. പക്ഷെ അത് പറയാനുള്ള സുഖത്തിന് എന്താവും? യക്കൂൻ എന്ന് പറയാം. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ഹുവ യക്കൂൻ. ഇത് ഞാൻ പഠിച്ചെടുത്ത റൂട്ട് തന്നെ കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പം ആ ഒരു ആവേശം ഉണ്ടാവും സ്വാഭാവികമായിട്ടും. കാരണം അത്രയും ബുദ്ധിമുട്ടായിട്ടുണ്ട് ഇത് ഇങ്ങനെ ആക്കിയെടുക്കാൻ. ഞാൻ പഠിച്ചത് ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ റൂട്ടാക്കിയിട്ടാ പഠിച്ചത്. ഹുവ യക്കൂൻ. അയ്വാ. ഹിയ കൂനിട്ട് കൊടുത്തേ. എല്ലാരും കൂന് വെച്ചോളൂ. യക്കൂനിനെ നൂനായി മാറും അല്ലെ? യക്കൂനൂന് എന്ന് പറയണം. യക്കൂനൂന്. ആ ഊന് ഓപ്പറേഷൻ ചെയ്താലൊന്നും പോവില്ല കേട്ടോ. ആ കാര്യമല്ല. യക്കൂനൂൻ. പിന്നെ തക്കൂൻ വരട്ടെ. തക്കൂൻ. തക്കൂൻ. ഇന്തി നീനാവും അല്ലെ? തക്കൂനീൻ. റേഡിയോട് പറയുമ്പോ തക്കൂനീൻ. ഇന്തും തക്കൂനൂൻ. ഇന്തും തക്കൂനൂൻ. നഹ്ന നക്കൂൻ. നഹ്ന നക്കൂൻ. أيوة نحن نكون. أنا أكون. I will بكون. ഇവിടെയുള്ള നമ്മുടെ പരാജയം എന്താണെന്ന് അറിയാം. ഈ ഫ്യൂച്ചറും പ്രസന്റ് ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ, ഇത് എന്തിനാ യൂസ് ചെയ്യാന്നറിയാം ഈ സാധനം? ഇപ്പൊ നമ്മൾ പറഞ്ഞു ആവുന്നു, ആവും, ഉണ്ടാവും, ഉണ്ടാവാറുണ്ട്, അങ്ങനെയൊക്കെ ആവാറുണ്ട് എന്നതിനൊക്കെ എന്താ വരാ? ഈ യക്കൂന വരാ. അവൻ എന്റെ കൂടെ ഉണ്ടാവാറുണ്ട്. ഹുവ യക്കൂൻ മഈ അഹ്യാനൻ. അവൻ ചിലപ്പോഴൊക്കെ എന്റെ കൂടെ ഉണ്ടാവാറുണ്ടേ അല്ലെ? അതേപോലെ നമ്മൾ പറയാം വല്ലാഹ് യക്കൂൻ മുഷ്കില യാ അഖി. പ്രശ്നമുട്ടോ. ഹാദാ യക്കൂൻ. യക്കൂൻ ഇല്ലെങ്കിൽ അവിടെ എന്താ? മുഷ്കില മാത്രമാണ്, പ്രശ്നം മാത്രമേ ഉള്ളൂ. യക്കൂൻ മുഷ്കില വരണം. പ്രശ്നമാവും എന്ന ആവും വരാൻ യക്കൂന് വേണം. മനസ്സിലായോ? അതേപോലെ തന്നെ ഞാൻ അവിടെ ഉണ്ടാവും. അന ബകൂൻ മൗജൂദ് ഹിനാക്ക്. ഞാൻ അവിടെ ഉണ്ടാവൂട്ടോ. ഉണ്ടാവും. അതിനും ഈ ബക്കൂന വരേണ്ടത്. അപ്പൊ ഈ ശൈലി ഏതൊക്കെയാ? ആവുന്നു എന്നാണ്, ആവാറുണ്ട് എന്നതാണ്, ഉണ്ടാവാറുണ്ട് എന്നാണ്, ഉണ്ടാവും എന്നതാണ്. അതിനാണ് ഈ ഫ്യൂച്ചറിൽ പറയാം. അല്ലെങ്കിൽ പണി കിട്ടും. ഇതില്ലെങ്കിൽ എങ്ങനെ ആവാ അല്ലേ? മുഷ്കില പ്രശ്നം എന്ന് മാത്രമേ ഉള്ളൂ. യക്കൂൻ മുഷ്കില പ്രശ്നാവും അല്ലേ? തമാം. അതേപോലെ തന്നെ അന അക്കൂൻ. അന അക്കൂൻ ഫിൽ മക്തബ്. അന അക്കൂൻ ഫിൽ മക്തബ്. ഞാൻ ഓഫീസിൽ ഉണ്ടാവുന്നു എന്നും ഉണ്ടാവാറുണ്ട് എന്നുമാണ്. ബക്കൂൻ എന്ന് പറയുമ്പോ ഞാൻ ഉണ്ടാവും എന്നതാണ്. അന ബക്കൂൻ മൗജൂദ്. ഞാൻ ഉണ്ടാവൂട്ടോ. ഇത് പലർക്കും അറിയില്ല. ഇത് എവിടൊക്കെയാണ് വെക്കേണ്ടത്, ഇത് എവിടെ, ഇതിന് യൂസേജ് എത്രമാത്രം വൈഡാന്ന് അറിയ സാധനം. ഏത് യക്കൂന് എന്ന് പറയുമ്പോ അവനാവുന്നു എന്നുള്ളത്, അവനാവും എന്നും അവനുണ്ടാവും എന്നും അവനുണ്ടാവാറുണ്ട് എന്നുള്ളതിനൊക്കെയാണ് യക്കൂന് പറയാം. ഈ അവന്റേതാണ് നമ്മൾ മറ്റുള്ള വസ്തുക്കളിലേക്ക് ഞാൻ ആവുന്നു എന്നാണ്. ബക്കൂൻ എന്ന് പറയുമ്പോൾ ഞാൻ ഉണ്ടാവും, ആവും, ഐ വിൽ ബി. മറ്റത് ഞാൻ ആവും, ആവുന്നു, ആവുന്നു എന്ന് മാത്രമായിരിക്കും വരാം. ആവാറുണ്ട് എന്നൊക്കെ പറയുമ്പോ അക്കൂന വരാം. അന അക്കൂൻ. അന അക്കൂൻ ഹിനാക്ക് അഹ്യാനൻ. അന അക്കൂൻ ഹിനാക്ക് അഹ്യാനൻ. ഞാൻ അവിടെ ചിലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ. ഇവിടെ നമ്മൾ ലെറ്റർ ലാംഗ്വേജിൽ ബാക്ക് പകരം സായ ആയിരിക്കും കേൾക്കുക. സ അക്കൂൻ എന്നൊക്കെ കേൾക്കുക. പക്ഷെ അത് സ്പോക്കണില് ബാ എന്ന് മാത്രമേ വരാം. ചിലപ്പോഴൊക്കെ
സംടൈംസ്. അതിനും ലെറ്റർ ലാംഗ്വേജിൽ എന്താ വരിക? ബുക്ക് ലാംഗ്വേജ് എന്താ? റുബ്ബമ അല്ലെ? റുബ്ബമ എന്നായിരിക്കും. അപ്പൊ നമ്മള് പിന്നെ വന്ന് പറയാം, ഇതാണ് ഇതിന്റെ യൂസേജ് എന്ന് മനസ്സിലായല്ലേ? ക്ലിയർ അല്ലേ? ചിലപ്പോ വേദന ഉണ്ടാവും കേട്ടോ. യകൂൻ അലം, വേദന ഉണ്ടാവേ. യകൂൻ അലം ശുവയ്യ, കുറച്ച് വേദനയൊക്കെ ഉണ്ടാവും. യകൂൻ സഅബ്, ബുദ്ധിമുട്ടുണ്ടാവും. യകൂൻ സഅബ്, ബുദ്ധിമുട്ട് ഉണ്ടാവും. ലിത്തഅലീം, പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ശുവയ്യ അല്ലെ? യകൂൻ സഅബ് ശുവയ്യ ലിത്തഅലീം. ഇങ്ങനെ നമ്മള് എന്നൊക്കെ പറയുന്നതിനൊക്കെ അലം അലം ശുവയ്യ, അലം ശുവയ്യ, കുറച്ച് വേദന ഉണ്ടാവും. ഞാൻ മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് അലമും പെയിനും പനിയും ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ വരും കേട്ടോ, നോക്കണ്ട അല്ലേ? ഓക്കെ, തമാം, റെഡി അല്ലേ? എന്തിനൊക്കെ യൂസ് ചെയ്യാം നമ്മൾ കൃത്യമായിട്ട് അറിയണം കേട്ടോ. ഓരോന്നും എന്തിനൊക്കെ യൂസ് ചെയ്യാം, എങ്ങനെ പറയണമെന്ന് കൃത്യമായിട്ട് അറിയണം. കാരണം ഇനി അങ്ങോട്ട് നമ്മൾ പഠനമല്ല, കൂടുതൽ പറയാ ചെയ്യാം. ഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ എന്താ? പറയല് മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ പഠിക്കുന്നത് ഇതാണ് സംഭവം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പോകണം. എന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര രസമായിരിക്കും. കാരണം നമ്മൾ മലയാളം എന്താണോ മൈൻഡിലുള്ളത് അത് തന്നെ പുറത്തു വരണം. അപ്പോഴാണ് രസം അല്ലേ? അല്ലാതെ മറ്റാ ഉസ്താദ് പറഞ്ഞ പോലെ ഞാൻ കഞ്ഞി വെക്കാനും ചായ കുടിക്കാനും അറബി പഠിച്ചില്ല, അല്ലാത്തതൊക്കെ എനിക്ക് അറബിയിൽ അറിയാമെന്നോ എന്ന പോലെ ആവരുത്. ഓക്കെ, റെഡി? ദഖീഖ യാ ജമാഅ. മാലിഷ്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലെങ്കിൽ എന്താണ്? പേഴ്സണലി ചോദിക്കണം, അല്ലെങ്കിൽ ഇതിന്റെ റെക്കോർഡ് കാണണം കേട്ടോ. തൊട്ട് മുമ്പത്തെ റെക്കോർഡ് കാണണം. പക്ഷെ അതിനേക്കാളും ഒന്നും കൂടെ വൈഡ് ആയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞു, മറ്റേ മോർണിംഗിനേക്കാളും കൂടുതൽ വൈഡ് ആക്കിയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അല്ലേ? കാരണം എനിക്ക് അറിയുന്ന കുറെ മുഖങ്ങളുണ്ട് ഇവിടെ. ആദ്യമായിട്ട് ഈ പറയുന്ന ടെൻസിൽ ഇരിക്കുന്ന കുറെ മുഖങ്ങളും പേര് കണ്ടാൽ തന്നെ നമുക്ക് അറിയാം. അതുകൊണ്ടാണ് ഒന്നും കൂടെ വൈഡ് ആക്കി ഡീപ്പ് ആക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. ഒന്നും കൂടെ ഇനി പറയാം, അടുത്ത വേർബും കൂടെ എത്തുമ്പോ മനസ്സിലാവേ. ഷേഖ് ഖലീൽ എന്താ സാർ? ശുവയ്യ വാവാണോ ഐനാണോ? വായാണ്. വാ നമ്മൾ കേൾക്കുമ്പോ പലപ്പോഴും ഇത് ആയിട്ട് കേൾക്കും. വായാണ് കേട്ടോ. വാണല്ലേ? ഓക്കെ, ശുക്രാൻ. ഏത് ഡൗട്ടും ചോദിക്കാട്ടോ, ഡൗട്ട് ഏതും ചോദിക്കാം. അറിയാത്തത് നമ്മൾ നോക്കിയോ ചോദിച്ചോ പറഞ്ഞിരുന്നായി. ഫുൾ ഓപ്പൺ ആണ് നമ്മൾ. ഓക്കെ, ക്യാന് മനസ്സിലായില്ലേ? ഇനി അടുത്തത് പോട്ടെ. റെഡി? വളരെ പ്രശ്നാട്ടോ. റാഹ്, പോയി എന്നെന്താ? റാഹ്. അപ്പൊ റാഹ് എന്ന് പറയുമ്പോ എന്തൊക്കെ വന്നു എന്നറിയോ? പോയി, പോയിരുന്നു, പോയിട്ടുണ്ട്, ഒന്നും വന്നു കേട്ടോ. പോയി, പോയിരുന്നു, പോയിട്ടുണ്ട്. ഇവിടെ നമ്മള് റാഹ് പറയും. പോയി എന്നതിന് എന്താ റാഹ് പറയും. പക്ഷെ പോയി എന്നതിന്റെ റാഹിന്റെ അവകാശി ആരാ? അവൻ മാത്രം. അപ്പൊ ഇവിടെ അവൻ എന്നുള്ളത് തന്നെയാണ് മറ്റുള്ളത് വരെ. ഇപ്പൊ നമ്മള് വണ്ടി പോയി, കാറ് പോയി, അതേപോലെ പെയിന് വേദന പോയി, അതേപോലെ അത് പോയി ഇത് പോയി എന്നൊക്കെ പറയുന്നതിനൊക്കെ അവൻ എന്നതായിരിക്കും എടുക്കുക. ഇനി ബസ് പോകും, കാറ് പോകും എന്ന് പറയാനും അവൻ എന്ന ഫോം ആയിരിക്കും എടുക്കുക കേട്ടോ. എപ്പോഴും അത് നമ്മൾ ഓർക്കണം. എല്ലാ വെർബിലും അങ്ങനെയാണ്, എല്ലാ ക്രിയയിലും ആ രീതിയാണ് ഉണ്ടാവുക. ഓക്കെ, ഹുവ റാഹ്, ഹുവ റാഹ്, ഹിയ ഹിയ റാഹത്ത്, ഹും ഹൂ ആവണം കേട്ടോ. ലാസ്റ്റ് അക്ഷരം എന്താണോ, അഥവാ ഫസ്റ്റ് തരുന്നതിന്റെ ലാസ്റ്റ് അക്ഷരം എന്താണോ അതിനെ ഊ ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, റാഹു. പിന്നെന്താ അതിന്റെ രൂപമാറ്റം എന്തോന്നു?
എല്ലാം ഈ റൂട്ടിലല്ല കേട്ടോ പോവാ. രൂപമാറ്റം എല്ലാ റൂട്ടിലല്ല. അത് നമുക്ക് അങ്ങനെ പ്രൊഡിക്ട് ചെയ്യാൻ കഴിയില്ല. അത് എന്തുകൊണ്ട് അങ്ങനെയെന്ന് ചോദിച്ചാൽ അറബിയുടെ റൂൾ അങ്ങനെയാണ്. അറബി ഭാഷന്റെ കൃത്യമായത് അങ്ങനെയാണ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ഓക്കെ. അപ്പൊ എന്ത് പറയും? വരട്ടെ. ഞാൻ പോയി എന്നുള്ളത് പറയും. പറയുന്ന രൂപമാറ്റത്തിന് വരും. റൂഹിന്റെ അർത്ഥം എന്താ? ഇപ്പൊ റൂഹ് എന്ന് പറഞ്ഞാൽ കമാൻഡായി. അതാണ് റൂഹ്, നീ പോ എന്നതാണ്. അറബിയില് പ്രസന്റ് കണ്ടിന്യൂസ് അല്ലാത്തതിലൊക്കെ അല്ലാത്തതിലൊക്കെ ആര് എന്നും കൂടെ ചേർത്തിട്ടാ വരാം. അതുകൊണ്ട് തന്നെ ഇവിടെ റൂഹിന്റെ അർത്ഥം എന്താ? നീ പോ എന്നാണ്. റൂഹ് യാ വലത് ദിനേശ എന്ന് പറഞ്ഞാൽ എന്തായി? നീ പോ മോനെ ദിനേശ. ദിനേശ എന്നാവും. അതാണ് റൂഹ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇത് തലേ കയറുള്ളൂ അല്ലെ. ഒന്ന് നമ്മൾ ആ പ്രായമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുക, ഒന്ന് അതിന്റെ ഒപ്പുറത്ത് കുറെ ബിജിയും എല്ലാം കൂടെ ആയിട്ട് ഇരിക്കുമ്പോ എന്തെങ്കിലും രസിച്ച് പറഞ്ഞാലേ കിട്ടുള്ളൂ അല്ലെ. ഞാൻ നിങ്ങളെ നിർബന്ധിച്ചിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ട് വരണം, പഴയത് പഠിക്കുള്ളൂ. ഈ റാഹ എന്ന് പറഞ്ഞാൽ അവൻ പോയി. പിന്നെ അത് എന്തുകൊണ്ടാ ഹുവറാ? ഓക്കെ, അവ ഞങ്ങൾ പറയുന്ന ഇങ്ങോട്ട് കേൾക്കുന്നില്ല കേട്ടോ, കട്ടായിട്ട് വരുന്നതാണ്. അത് എന്തുകൊണ്ടാ ഹുവ എന്ന് വരാനുള്ള കാരണം? ഹുവ എന്ന് വരും കാരണം അവിടെ ഹുവയുടെ ആവശ്യമില്ല, അത് വേറെ വിഷയം. റാഹ എന്ന് പറഞ്ഞാൽ മാത്രം മതി, അതല്ലേ ചോദിക്കുന്നത്, അത് മാത്രം മതി. പക്ഷെ ഹുവ വരാനുള്ള കാരണം ഹുവക്ക് പകരം പേര് വരാം. ഇപ്പൊ നേരത്തെ പറഞ്ഞു സയ്യാറ, റാഹ്, ബാസ്, റാഹ്, ദുക്തൂർ, റാഹ്, മുദീർ, റാഹ്, അവിടൊക്കെ പേര് വന്നു. അപ്പൊ ഇവന് അവൻ, അവൾ, അവർ എന്നതിൽ എപ്പോഴും പേരും കാര്യങ്ങളൊക്കെ മാറാം. അതുകൊണ്ടാണ് അവിടെ അത് പറയുന്നത്. മറ്റതിലും ചേർക്കാറുണ്ട്, ഇൻതറഹ്താന്ന് ചേർക്കാറുണ്ട്, പറയാറുണ്ട് അങ്ങനെ. പക്ഷെ അങ്ങനെ പറയേണ്ടതില്ല. അങ്ങനെ പറയാതെയും പറഞ്ഞു ഒക്കെ പറയും. അത് ചെറിയ ഷോർട്ട് റൂട്ട് ആണെങ്കിൽ അത് പറയും, അതല്ല കുറച്ച് നീണ്ടു പോവാണെങ്കിൽ അതൊന്നും പറയാതെ അങ്ങ് ടെക്കിന് അങ്ങ് പോവുക ചെയ്യാം. നമ്മളിവിടെ സ്റ്റോറി ക്രിയേഷൻസും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ അത് മനസ്സിലാവും കേട്ടോ. ഓക്കെ, ഹിയ റാഹത്തുഹും റാഹു, ഇൻത റുഹ്ത റുഹ്തി റുഹ്തും റുഹ്ന റുഹ്തു. ക്ലിയർ അല്ലേ? റൂഹ് മാത്രം പറയുകയാണെങ്കിൽ എന്താണ്? നീ പോ എന്നതാണ് കമാൻഡാണ്. അതിന്റെ കൂടെ ജസ്റ്റ് പറയാട്ടോ, എല്ലാ ഫോമും അങ്ങനെയല്ല, ഒട്ടുമിക്കതും അങ്ങനെയാണ്, എല്ലാം അങ്ങനെയാണെന്ന് പറയാനും പറ്റില്ല. അത് അമ്രാണോ? അമ്രാണ് റൂഹ് എന്ന് പറയുന്നത് കേട്ടോ. റൂഹ് പെണ്ണിനോട് പറയുമ്പോ അത് റൂഹി എന്നാവും, നിങ്ങളോട് എല്ലാവരോടും പറയുമ്പോ റൂഹു എന്നാവും. നമ്മൾ കൽപ്പിക്കൽ ആരോടൊക്കെയാ? നിന്നോടും നിങ്ങളോടും കൽപ്പിക്കാൻ കഴിയുള്ളൂ, എന്റെ അടുത്തുള്ളവരോട് മാത്രം. അതുകൊണ്ടാണ് നീയും നിങ്ങളും. റൂഹ് എന്ന ആണിനോട്, റൂഹി എന്ന പെണ്ണിനോട് റൂഹു, നിങ്ങൾ എല്ലാവരും പോ എന്നതാണ് റൂഹു. ഇത് നിങ്ങൾ നോട്ട് ചെയ്യാതെയും കേട്ടിരുന്നാലും മനസ്സിലാവും കേട്ടോ. നോട്ടിലേക്ക് നമുക്ക് പിന്നെ എല്ലാ വേർബും കിട്ടും ഇവിടെ, പക്ഷെ അത് റൂട്ട് ക്ലിയർ ആയില്ലെങ്കിൽ ആകെ പ്രശ്നം. ഇനി ഫ്യൂച്ചർ പ്രസന്റും എങ്ങനെ വരാ എന്ന് ചോദിച്ചാൽ, പ്രസന്റും ഫ്യൂച്ചറും എങ്ങനെ വരാ? ഒന്ന് പോകുന്നു, പോകാറുണ്ട്, പോകും. ഇത് മൂന്നിനാട്ടോ. അത് പോകുന്നു, പോകാറുണ്ട്, പോകും, അത് മൂന്നും അതാണ്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു ഈ രൂപമാറ്റത്തിനെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത് അല്ലെ. അപ്പൊ എന്താവും? ആ മാറ്റം എന്താ? റൂഹല്ലേ മാറ്റം. അപ്പൊ നമ്മൾ എന്താ തെറ്റിച്ചാലൊന്നും ഒരു പ്രശ്നമില്ല, വിഷയത്തിൽ പറയാം. انتم تروحون، نحن نروح، انا ഞാൻ പോകും. ബറൂഹ്. ഓക്കെ, യറൂഹ്, തറൂഹ്, യറൂഹൂൻ, തറൂഹ്. എന്തൊക്കെയാ? ഹുവ യറൂഹ്, അവൻ പോകുന്നു. ഹുവ യറൂഹ്, അവൻ പോകാറുണ്ട്. ഹുവ യറൂഹ്, അവൻ പോകും. അതിലേക്ക് ബാ ചേർത്ത് പറയും, ഹുവ ബറൂഹ് പറയാം, അവൻ പോകും എന്നതിന് മാത്രം. ഓക്കെ,
ബറോഹ്. അവിടെ എല്ലാത്തിനും ചേർക്കൂട്ടോ. ഹുവ ബറോഹ്, ഹിയ ബിത്തറോഹ്. അവിടെ താ വരുമ്പോ ബി ആണ് വരിക. ബിത്തറോഹ്. ഹും ബറോഹൂൻ, ഇൻത ബിത്തറോഹ്, ഇൻത ബിത്തറോഹീൻ, ഇൻതും ബിത്തറോഹൂൻ, നഹ്ന ബിനറോഹ്, അന ബറോഹ്. ഓക്കെ, അത് പറയാറുണ്ട്. പക്ഷെ അവരെ മറ്റുള്ളതിലൊക്കെ കുറവാ പറയുന്നത്. ഈ ഞാൻ എന്നതിൽ നിർബന്ധമായിട്ടത് അവർ കീപ്പ് ചെയ്തിട്ട് തന്നെ പറയാം. ഓക്കെ, പോയി എന്നതിന് യു എയിലെ ചെറിയൊരു സ്ലാങ് ഉണ്ട്. എന്താണ്? സാറ് എന്നത്. സാർ. അപ്പൊ സാറിനെയും കൂടെ പറയാം. സാറേ പറഞ്ഞു നോക്കിയേ. ഹുവ സാർ, ഹുവ സാർ. ഹിയ സാറത്ത്, സാറത്ത്. ഓക്കെ, ഹും സാറു, ഇവിടെ നിങ്ങള് സാറു, സാറു. പിന്നെ ഇവിടെ സുറ പറയരുത്, സിറാണ് വരിക. അങ്ങനെയാണ് സിർ, സിർ എന്നാവും. അപ്പൊ എന്താണ് സിറിന്റെ മീനിങ് എന്നപ്പോ? സിർ എന്നത് സീർ എന്ന് പറയും. സീർ എന്ന് പറഞ്ഞാൽ നീ പോന്നാണ് അല്ലെ? യു എക്കാർ കൂടുതൽ നമ്മളോടൊക്കെ പറയാ ഇൻതസീർ അനസീർ, മാഫി സീർ. സീർ നീ പോ, അനസീർ ഞാൻ, നീ പോ. ഇതാ പറഞ്ഞോണ്ടിരിക്കുന്നത്. റൂഹായാലും അത് സിർ ആണ് രഹസ്യം. സിർ. ഇനി എന്താണ് നമ്മൾ പറയാം? സിർത്ത, സിർത്തി വരട്ടെ. സിർത്തും, സിർത്തു, സിർത്തു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ രൂപമാറ്റം എന്താ? സിർ, അപ്പൊ എന്താ വരിക? യസിർ, യസീർ ട്ടോ. യസീർ, യസീർ. ഹിയ തസീർ, തസീർ. ഹും യസീറൂൻ, യസീറൂൻ. ഇൻത തസീർ. നിങ്ങളെ ഒരു കാര്യം അറിയണം. ഹിയായും ഇൻതായും സെയിം ആയിരിക്കും. ഹിയയും ഇൻതയും സെയിം ആയിരിക്കും എല്ലാത്തിലും കേട്ടോ. എല്ലാത്തിലും മനസ്സിലാവും കേട്ടോ. ഒന്ന് ഹിയ എന്ന് പറയുമ്പോ അവൾ എന്റെ അടുത്തില്ലല്ലോ. അവളെ കുറിച്ച് പറയുമ്പോ ആദ്യം തന്നെ അവൾ ആരാന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതിൽ തന്നെ മനസ്സിലാവും. ഇൻത എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആണ്. അവിടെയും അത് ക്യാച്ച് ആവും. നമ്മൾ ഇതെങ്ങനെ മനസ്സിലാവുമെന്ന് വിചാരിക്കരുത്. അതിങ്ങനെ സംസാരിച്ച് വരുമ്പോൾ അതൊക്കെ ക്ലിയർ ആവും. ഇതുവരെ അറബികൾ അതിന്റെ പേരിൽ അടിയൊന്നും നടന്നിട്ടില്ല. നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ, ഇൻതി, ഇൻതി, തസീരീൻ, തസീരീൻ. അയ്വാ തസീരീൻ. ഇൻതും തസീറൂൻ, നഹ്ന നസീർ. നസീർ ആണ് കേട്ടോ. അത് നസീർ സ്വായാല് എന്താവും? സഹായിക്കാന്നാവും. ഇവിടെ അതല്ല, അസീർ കേട്ടോ. അന അസീർ. പിന്നെയോ ഐ വിൽ. ബഷീർ പറയരുത്, ബഷീർ ഓടി വരും. പിന്നെയാണ് അസീർ ജ്യൂസ് അല്ലേ? അത് അസീർ ആണ്. അസീർ ജ്യൂസ്. സ്വാ അസീർ. മല, മാല അല്ലെ? മല, മാല ഒന്നായ പ്രശ്ന അല്ലെ? ഒരാൾ പറഞ്ഞു ഞാൻ മാല കഴുത്തിലിട്ട് എന്ന് പറഞ്ഞ പകരം വന്നിട്ട് നമ്മളോട് ഞാൻ മല കഴുത്തിലിട്ട് എന്നിട്ട് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കുന്നു. മല കഴുത്തിൽ. അത് മാറരുത്. പട്ട്, പുട്ട്, പാട്ട് അല്ലെ? എന്തെല്ലാം ഉണ്ട്. സെയിം. അതേപോലെ പലതും ഉണ്ടാവും. ഞാൻ ക്ലിയർ അല്ലേ? സാറ് ക്ലിയർ ആയോ? അപ്പൊ നമ്മള് ഇവിടെ യസീർ പറയുമ്പോ എന്താണ്? അല്ലെങ്കിൽ യറൂഹ് പറയുമ്പോ പോകുന്നു, പോകാറുണ്ട്, പോകും. അത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. മറ്റുള്ളത് നമ്മൾ പാസ്റ്റ് ഒക്കെ കൃത്യമായിട്ട് പോകും. പക്ഷെ എവിടെ പ്രസന്റിലും അങ്ങോട്ട് ഭാവിയും വർത്തമാനമൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എവിടൊക്കെ യൂസ് ചെയ്യണം എന്ന് ഇങ്ങനെ ആലോചിക്കും പലപ്പോഴും. അപ്പൊ നമ്മൾ നമ്മുടെ മൈൻഡിൽ എന്താണോ വരുന്നത് അതിന്റെ ടെൻസ് എന്താ നോക്കുക, അതങ്ങ് പറയാന്നുള്ളതാണ്. ഓക്കെ, അടുത്ത പറയട്ടെ. പോയാ പിന്നെന്താ? വരണം അല്ലേ? എന്താ വരിക? അല്ലേ? അതിനെ ഈജി അങ്ങനെ അത് നിപ്പന്നത്തോടെ തീരുമാനമാവും. അവൻ വന്നു. അപ്പൊ ഹുവ അഖി യാസീൻ മൗജൂദ്. ഹുവ ജാ. ഹുവ ജാ. ഹിയ ജാഅത്ത്. ഹിയ ജാഅത്ത്. ഹും ജാഉ. നമ്മൾ ബിരിയാണിക്ക് ഒന്ന് ടേസ്റ്റ് കുറവാ തോന്നുന്നുണ്ട്. ആളുകളൊക്കെ പോകുന്നു. ജാഉ. പിന്നെയോ ഇവിടെ എന്ത് മാറ്റം വന്നു?
എന്ന് എന്നായിട്ടോ. അപ്പൊ എന്താണ് അയ്യോ വരട്ടെ. അടുത്ത് എന്താ മീനിങ് വരാ? ഞാൻ വന്നു, വന്നിട്ടുണ്ട്, വന്നിരുന്നു. വന്നു, വന്നിട്ടുണ്ട്, വന്നിരുന്നു. ക്ലിയർ ആയില്ലേ? ഇതിന്റെ ഫോം ചേഞ്ച് എന്താ അവിടെ മാറിയത്? എന്താ മാറിയതെന്താ? ജി എന്നല്ലേ മാറിയേ? ജി. അത് പക്ഷെ കമാൻഡ് എന്താ? ജാന്റെ കമാൻഡ് എന്താ? കൽപ്പന പ്രയോഗം ഏതാ? തആൽ എന്നാട്ടോ. ഇതിലില്ല. തആൽ, തആലി, തആലു. വരൂ എന്നുള്ള എന്താ? തആല് എന്നാട്ടോ. ഈ ജില്ല തആൽ എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ എന്താവുന്നു? ഫ്യൂച്ചറും പ്രസന്റിലേക്കും വരുമ്പോ എന്താണ് ആ രൂപമാറ്റം? ഏതാ രൂപമാറ്റത്തിന് ഇങ്ങോട്ട് എടുക്കുക. അപ്പൊ എന്താവും? യജ് എന്നാവും അല്ലെ? ഈ യജ് എന്നതിനെ പറയാനുള്ള വിഷമം കൊണ്ട് ഇവരെന്താക്കി? യജി എന്നാക്കി. യജി. പിന്നെ അതും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് എന്തായി? ഇതാണ് നമ്മുടെ ലെക്ചറിലൊക്കെ യജ് എന്നല്ലേ? യജ് എന്നാ പറയാ അല്ലെ? യജ്. ഇപ്പൊ ഇവിടെ എന്താണ്? ഈജി എന്നായത് കാരണം എന്താ? യജി എന്ന് പറയാനുള്ള ഒഴിവാക്കി മൊത്തത്തില് ഈജി എന്നാക്കി. ഈജി എന്ന് മാത്രമല്ല, ഇനി നമ്മൾ ഓരോരുത്തർക്കും കൊടുത്ത ഓരോരുത്തരുടെയും പ്രതിനിധികളാണ് ഈ പറയുന്ന ഫസ്റ്റത്തെ അക്ഷരങ്ങളൊക്കെ. ആണോ അല്ലേ? അല്ലെ? ഇതിനൊക്കെ എന്താവും? ഈ ഹിയയുടെ പ്രതിനിധീകരിച്ച് വരുന്ന താ എന്തായി? തീ എന്നാവും. ഹും എന്നതിലെ യാ ഈ എന്നാവും. അതേപോലെ ഇൻതായുടെ താ തീ എന്നാവും. ഇൻതിയുടെ തീയും തീ എന്നാവും. ഇൻതും എന്നതിന്റെ താ തീ എന്നാവും. പക്ഷെ ഞങ്ങളും ഞാനും മാറൂല. അത് ഞായും ആയും ആയിട്ട് നിൽക്കും. അവിടെ നീജി പറയില്ല, ഈജിയും പറയില്ല. അജി എന്നേ പറയൂ, നജി എന്നേ പറയൂ. ബാക്കിയെല്ലാം ഈജി ആവും. ഒന്ന് നോക്കാം നമുക്ക്. ഹിയ എന്ന് പറയുമ്പോ എന്താവും? ഹിയ തീജി. അയ്വാ നഅം. ഹും ഈജൂൻ. ജാ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ അവിടെ ഉണ്ട്. ഈജൂൻ. ഇൻത തീജി. ഇൻത തീജി. ഇൻതി തീജീൻ. അയ്വാ നഅം. തീജീൻ. ഇൻതി തീജീൻ. ഇൻതും തീജൂൻ. ഇൻതും തീജൂൻ. നഹ്ന നജി. നഹ്ന നജി. അന അജി. ഐവിൽ എന്ന് പറയുമ്പോ മുളക് ബജി. അന ബജി അല്ലേ? അന ബജി. തമാം കത്തിയ? അപ്പൊ റെഡി? ഈ ഈജി കാട്ടോ അതുള്ള ഈജിയുടെ പ്രത്യേകതയാണത്. ഈജി തീജി. പക്ഷെ നീജി പറയരുത്, ശ്രദ്ധിക്കണം. നജി എന്നാണ്. എന്തൊക്കെ മീനിങ്? ഈജിയുടെ മീനിങ് എന്താ? വരാറുണ്ട്, വരുന്നു, വരും. വരുന്നു, അവൻ വരാറുണ്ട്, അവൻ വരും. അതാണ്. ഈജി മാത്രം എങ്ങനെ മാറുള്ളൂ? പിന്നെ ഏതാ മാറേണ്ടത്? കണ്ടിട്ടോ പറയുന്നുണ്ട്. ഈജി മാത്രല്ല, ഇത് ഈ ലെറ്റേഴ്സിന്റെ ഇവിടെ മാറ്റണ്ടെന്ന് പറഞ്ഞില്ലേ? അത് ഇതിന് മാത്രമേ ഉള്ളൂ? വേറെ ടു ലെറ്റേഴ്സിൽ കൂടുതലും പ്രത്യക്ഷത്തിൽ മാറ്റുള്ളത് ഇത് മാത്രമാണ് നമ്മൾ പറയുമ്പോൾ ഉള്ളത്. വരുന്നു, വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോ ഗായിദല്ലേ? അതല്ലേ? അത് വേറെ. വന്നുകൊണ്ടിരിക്കുന്നത് മൊത്തത്തിൽ മാറും. നമ്മളിവിടെ മൊത്തം ഇത് ഭാഷ മൊത്തത്തിൽ കലക്കണം നമുക്ക്. ഇൻഷാ അല്ലാഹ്. വേണ്ടേ? ഓക്കെ തമാം. വന്നു ജാ, പോയും വന്നു ആയി. ഇനി കണ്ടു എന്ന് പറയാം. കണ്ടു. എന്തായിരുന്നു? കണ്ടു എന്നും നോക്കിയെന്നും. എന്താണ്? ഷാഫ. ഷാഫ എന്ന് പറയുന്നതിന് മീനിങ് എന്താ? നോക്കി, നോക്കിയിട്ടുണ്ട്, നോക്കിയിരുന്നു. നോക്കി, നോക്കിയിട്ടുണ്ട്, നോക്കിയിരുന്നു. അതേപോലെ കണ്ടു, കണ്ടിട്ടുണ്ട്, കണ്ടിരുന്നു. കണ്ടു, കണ്ടിട്ടുണ്ട്, കണ്ടിരുന്നു. തമാം. അതാണ് ഷാഫ്.
അപ്പൊ നമ്മൾ ഓരോന്നും പറയാം. ഹുവ, ഞാൻ നോട്ട് ചെയ്യുന്നില്ല, നോട്ട് ചെയ്യാതെ പറഞ്ഞു പറയാൻ നോക്കാം. ഹുവ ഷാഫ്, ഹിയ അയ്വാ. ഷേഖ് മനാഫ് ഉണ്ടോ? ഹും ഷാഫു, അല്ലേ? ഷാഫു, ഹും ഷാഫു. ഇവിടെ എത്തുമ്പോ എന്തായി? ഫോമിൽ മാറ്റം വന്നത് ഷുഫ് എന്നാണ്. ഷുഫ് എന്ന് മാറി. അപ്പൊ എന്താണ്? അയ്വാ, ഷുഫ്ത, ഷുഫ്തി. ഇൻതും എന്നാകുമ്പോ ഷുഫ്തും, ഇൻതും ഷുഫ്തും, അഹ്ന ഷുഫ്ന, അന ഷുഫ്തു. അയ്വാ, ഞാൻ നോക്കിയിട്ടുണ്ട്, ഞാൻ നോക്കിയിരുന്നു എന്നുള്ളതാണ്. അയ്വാ നഅം, അയ്വാ നഅം യാ ഷെയ്ഖ് ഖലീൽ. ക്ലിയർ അല്ലേ? ഇനിയോ ഇതിന്റെ രൂപമാറ്റത്തിന് ഇങ്ങോട്ട് എടുക്കുക. അപ്പൊ എന്താവും? യശൂഫ് എന്നുള്ളതിനെ നമ്മളൊന്ന് നീട്ടും പറയാനുള്ള എളുപ്പത്തിന്. യശൂഫ്. ഓക്കെ, ഇവിടെ പിന്നെ യാ തന്നെ ആയിട്ടോ പോയി. യശൂഫ്, ഹിയ യശൂഫ്, يشوفون. أيوة نعم. أنت تشوف، أنت تشوفين، أنتم تشوفون، نحن نشوف، أنا أشوف، أيبل بشوف. أيوة نعم. أنا بشوف. تمام؟ ക്ലിയർ അല്ലേ? അയ്വാ. ഇനി നമ്മള് ഒരു എല്ലാ വേർബും ഇങ്ങനെ എല്ലാം അറിയിക്കാൻ വേണ്ടിട്ട് പറയാണ് നടന്നു എന്നും അഡ്ജസ്റ്റ് ചെയ്തു എന്നും അത് പിന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതിനാണ് എന്ത് പറയാ? മഷ എന്ന് പറയും. ഇവിടെ നമ്മൾ ലാസ്റ്റ് അക്ഷരം നോക്കിയേ ആയാണ്. മഷ എന്നാണ് മഷ. അറബി അറിയുന്നവർക്ക് ഒന്നും കൂടെ ഇത് ക്യാച്ച് ആവും. എന്താണ്? യാ കൊണ്ടാണെന്ന് പറയാം അല്ലേ? അപ്പൊ ഇങ്ങനെ മഷ എന്ന് പറയേണ്ടത് നമ്മൾ ഹുവ മഷ പറയാം. ഹിയ വരുമ്പോ ഹുവ മഷ. ഹിയ വരുമ്പോ എന്താ പറയും? മഷത്ത് എന്നാണ് കേട്ടോ, മഷാത്ത് പറയരുത്. മഷത്ത്. ഹിയ മഷത്ത്. മഷത്ത്. ഹും ഇവിടെ നമ്മളെ 50 ആളുണ്ടെങ്കിലും ഓരോരുത്തരിലേക്കും ഇറങ്ങി സംസാരിച്ചിട്ടേ നമ്മൾ പോകൂട്ടോ. എല്ലാവരിലേക്കും ഇറങ്ങി സംസാരിപ്പിച്ച് ക്ലിയർ ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പറയിപ്പിച്ച് മൊത്തത്തിലെ ഭാഷയെ അങ്ങോട്ട് പറയാനുള്ള ഒരു ധൈര്യവും ഇതെല്ലാം വരുത്തിയിട്ടേ നമ്മൾ പോകും. ഇത്രയും ആളുണ്ട്, എല്ലാരെയും മാനേജ് ചെയ്യുമെന്നൊന്നും വിചാരിക്കരുത്. എല്ലാരെയും മാനേജ് ചെയ്യും, ഷുവർ. ഓരോരുത്തരെയും നോക്കിയിട്ടേ പോകുള്ളൂ. നിങ്ങൾ അതിൽ ടെൻഷൻ ആവണ്ട. മഷു. ഇവിടെ മഷ എന്ന് പറയുന്ന ലാസ്റ്റ് ആ വരുന്നതൊക്കെ നമ്മള് രൂപമാറ്റം വരാ മഷൈ എന്ന ഐ ശൈലിയിലായിരിക്കും വരാ. മഷൈ. അപ്പൊ എന്താ വരാ? അയ്വാ മഷൈത്ത. അവിടെ ഒരു നടന്നാണോ വന്നത് എങ്ങനെ ചോദിക്കാം? മഷൈത്ത ബിൽഗദം എന്ന് ചോദിക്കും. മഷൈത്ത് തന്നെ മാത്രം മതി, പക്ഷെ ഒരു ബിൽഗദം ചേർക്കോളെ. കാലോട് നടന്നാണോ? മഷൈത്ത്. ജിത്ത് മാഷിയൻ ഒന്നും ചോദിക്കുവേ. ജിത്ത് മാഷിയൻ, നീ നടന്നാണോ? ജിത്ത് മാഷിയൻ വല്ല ഫി സയ്യാറ. മഷൈത്തി, മഷൈത്തി, മഷൈതും, മഷൈനാ, മഷൈതു. അയ്വാ നഅം. മഷൈതു, ഞാൻ നടന്നു. ഇവിടെ ഇനി ഇങ്ങനെ വരുന്നതിനെ നമ്മൾ ഇവിടെ എത്ര എങ്ങനെയാണെന്നറിയോ? ഇവിടേക്ക് എത്തുമ്പോ ഇംഷി എന്നാക്കും. യംഷി, യംഷി. മഷ എന്നാണ്, അതിനെ ഈ ആക്കും ലാസ്റ്റില്. യംഷി എന്നാണ് വരാ. ഹിയ തംഷി, ഹിയ തംഷി. ഹും യംഷൂൻ, ഹും يمشون. انت تمشي، انت تمشين، انت تمشين، نحن انتم تمشون، نحن نمشي، نحن نمشي، انا
അംഷി أمشي أنا أمشي أمشي أنا بمشي بأمشي ഇത് തന്നെയാണ് ഐ വിൽ എന്ന് പറയാൻ ആ എന്നത് ബാ ആവുന്നുള്ളൂ. ബ അംഷി എന്നാണത്. ബ അംഷി. പക്ഷെ പറയുമ്പോ ബായും ആയും എല്ലാം കൂടെ ഒന്നിച്ചാവും ബംഷി എന്നാവുന്നു. തമാം. ഈ നടന്നു മഷ പോലെ തന്നെ മറ്റൊന്നും കൂടെ. ഇത് റൂട്ട് തരാട്ടോ, ഞാൻ റൂട്ട് തരാണേ. ആർക്കെങ്കിലും നേരം വേഗണ്ടോ? ഇല്ലല്ലോ. ഓടി എന്ന് പറയാൻ. അപ്പൊ ഇവിടെ നമ്മള് മഷയുടെ കമാൻഡ് ശരിക്ക് അവിടെ അത് പറയണം ഇംഷി എന്നാ വരാ. യായെ ഈ ആക്കിയിട്ട് ഇംഷി എന്നാ വരാ കേട്ടോ. അതിൻ്റെത് ആ രീതിയിലാ വരാ ഇംഷി. ഇവിടെ നമ്മൾ ഓടി എന്ന് പറയുന്നത് എന്താ പറയാ, ജറ എന്നാണ് അല്ലെ. ജറ എന്നും നേരത്തെ പറഞ്ഞ പോലെ ആയാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ആ അതുകൊണ്ട് തന്നെ ഐ എന്ന് വരും. ഹുവ ജറ ഹിയ ജറത്ത് ജറാത്ത വരുത്. ജറത്ത് ഹും ജറൂ ഇൻത ജറൈത എന്നാവും. ജറൈ നേരത്തെ മഷൈ പറഞ്ഞ പോലെ ജറൈത ജറൈതി ജറൈത്തും ജറൈതു. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ യജ്രി എന്നതുപോലെ കത്തിയപ്പോ മൊത്തത്തിൽ കലങ്ങിയതാണോ അതോ ഒന്നും കൂടെ കിട്ടിയോ? എന്താ അവസ്ഥ? കിട്ടില്ലേ? പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ഒന്നും കൂടെ എളുപ്പമാവും. പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് അങ്ങനെ എളുപ്പമായിട്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ. ജറാദും പിന്നെ മഷ എന്നൊക്കെ പറയുന്നതിനടുത്ത് ആയിൽ അവസാനിക്കുന്നതിന് ഗ്യാം വരുന്നുണ്ട്. അത് ഇല്ലാത്ത അക്ഷരങ്ങളും വാക്കുകളും വരാറുണ്ട്. അതിനെന്താ ചെയ്യണ്ടേ? എങ്ങനെ കേട്ടില്ല? ഇപ്പൊ ജറ എന്ന് പറയുന്നിടത്ത് യാ അവസാനിക്കുന്നുണ്ട്, മഷ എന്ന് പറയുന്നിടത്ത് യായില് അവസാനിക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും പിന്നെ അങ്ങനെ അല്ലാതെ വരുന്ന വാക്കുകളുണ്ട്, യായില് അവസാനിക്കാത്ത വാക്കുകൾ ആയില് അവസാനിക്കുന്നത്. അതിൽ പെട്ടൊന്നാണ് വദ്ദ അല്ലേ? ജാ വരുന്നിടത്ത് യാ വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ജാ എന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ. ജാ എന്നല്ല വന്നു. ഇത് യായിൽ അവസാനിക്കുന്നൊക്കെ നമ്മൾ ആയാക്കി പറയും. മഷ ജറ എന്നേ വന്നു. ജാ എന്നത് ജാ എന്ന് ജാ എന്ന് പറയാം. ജാ രണ്ടിൽ ഇത്രയേ ഉള്ളൂ. പിന്നെ ഏതാ? ആത്വ. ഇതിൽ വന്നാണ് ആത്വ. ആത്വ നൽകി. അതും കൂടെ നമുക്ക് പറയാം. നൽകി. നൽകിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒന്ന് ആത്തായാക്കി പറയാം. ആത്ത ആ തന്നെ ആത്ത. മലയാളത്തിലെ ആത്ത. മറ്റൊന്ന് ഏതാ? ആത്വ എന്ന് പറയും. ആഴ്ത്വ എന്നാണത്. ആഴ്ത്വ. പക്ഷെ ഇവിടെ ആഴ്ത്വ എന്നുള്ളത് ണ്ട് ശരിക്കും. ആഴ്ത്വ എന്നാ പറയാം. ആഴ്ത്വ. ഓക്കെ. ഓക്കെ. എന്തായാലും ആത്ത ആത്ത അതിലും ബാങ്ക് വരുന്നിടത്ത് നിന്ന് മ്യൂട്ട് ആക്കണേ. ഓക്കെ. നമ്മൾ ഇത് എല്ലാവർക്കും ഡൗട്ട് ഉള്ളതാണ്. ഹുവ ആത്ത. ആത്ത മാത്രം എടുക്കണേ. ഫസ്റ്റത്തത് ആത്ത എന്ന് മാത്രം എടുക്കുക. രണ്ടും യൂസ് ചെയ്യുന്നതാണ്. രണ്ടും യൂസ് ചെയ്യുന്നതാണ്. ആത്തായും യൂസ് ചെയ്യും. ആത്തായും യൂസ് ചെയ്യും. രണ്ടും ഒരേപോലെ യൂസ് ചെയ്യും. ഓക്കെ. രണ്ടും യൂസ് ചെയ്യുന്നതാണ്. ഹുവ ആത്ത ഹിയ ആത്തത്ത്. ഹിയ രണ്ടുപേരെ അർത്ഥം തന്നെ അല്ല അത്?
ആ രണ്ടും നൽകി തന്നെയാണ് അർത്ഥം. നൽകി കൊടുത്തു എന്നുള്ളതിനൊക്കെ തന്നെ പറയാം. ആത്തു أعطوا أعطى أعطي أتيت أعطي أتيت أتيتم أعطيت أتينا أعطيتم أتيت أعطينا أعطيت أعطى أعطت أعطيت أعطيتي أعطيت أعطينا أعطيت أعطيتي أعطيتم اوكي تمام معلش هذا الكلمات اجباري عشان ഇജ്ബാരി എന്ന് പറഞ്ഞാൽ എന്താ? നിർബന്ധിത കോൾ എന്നാണ്. മുക്കാലമാത്ത് ഇജ്ബാരി എന്ന് പറയുന്നത്. നിർബന്ധിച്ച് കോൾ ചെയ്തിട്ടുള്ള സംഭവത്തിനാണ് നമ്മൾ ഇജ്ബാരി എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ആത്ത എന്ന് യൂസ് ചെയ്യും. ആത്ത എന്ന് ഹുവ ആത്ത ഹിയ ആതത് ഹും ആതു ഇവിടെയും എന്താ വരാ? ആതൈ أتيتم أتينا أتيتو ഇനി ഇവിടെ എന്ത് വരുമ്പോ എന്താ വരാ? യംഷി പോലെ യഅതി. എന്താ വരാ? ആത്ത പോലെ യഅതി. യഅതൂൻ تأتي تأتين تأتون نأتي أنا بأتي. ഇവിടെ ഈ ആത്ത എന്നത് വേറൊരു പ്രയോഗത്തിൽ വന്നു എന്നുള്ള മീനിങ് കൂടെ ആത്താക്കുണ്ട് ഒറിജിനൽ ഇതിലേക്ക് വരുമ്പോ. പക്ഷെ നൽകി എന്നുള്ള രീതിയിൽ പറയും. ഇനി അതിന് യഅതി എന്ന് പറയുന്നത് കുറവാണ്. പ്രസന്റ് ഫ്യൂച്ചറിൽ ഈ സാധനം യഅതി എന്ന് പറയുന്നത് കുറവാണ്. അവിടെയാണ് യഅതി എന്ന് യൂസ് ചെയ്യുക. അപ്പൊ ഇനി നമ്മൾ നൽകി എന്ന് തന്നെയാണ് വെച്ചിട്ട് പറയാം. ഹുവ അഅത ഹിയ أعطت هي أعطت هي أعطت هم أعطوا شيخ عزمي أعطيت ഇവിടെ സെയിം ആണ്. ആത്തൈത ട്ടോ. ആത്തൈത എന്ന് വരും. ആത്തൈത ആത്തൈത ആത്തൈതി ആത്തൈതു ആത്തൈന ആത്തൈതു ആത്തൈതു. ഓക്കെ, ഇവിടെ ആണെങ്കിലോ യഅതി അനബഅതി ല്ലേ? ഞാൻ നിനക്ക് നൽകാന്ന് പറയുമ്പോ അനബഅതീക് എന്നാ പറയാം. തമാം. അപ്പൊ നൽകും എന്നുള്ളത് അതാണ്. ഇനി ഇതിലേക്ക് ഒറ്റൊന്നും കൂടെ ഒറ്റ റൂട്ടും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. നമ്മള് കൊടുത്ത് വിട്ടിട്ടുണ്ട്, കൊടുത്തയച്ചു, കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്, കൊണ്ട് വിട്ടിട്ടുണ്ട്, ഞാൻ മാനേജറെ കൊണ്ട് വിട്ടിട്ടുണ്ട്. അതൊക്കെ പറയാൻ എന്താ യൂസ് ചെയ്യാ? വദ്ദയാണ്. ഞാൻ കുട്ടികളെ മദ്രസക്ക് വിട്ടിട്ടുണ്ട് എന്നൊക്കെ പറയാൻ എന്താ? വദ്ദ. ഞാന് ഒരു പാർസൽ നിനക്ക് കൊടുത്തയച്ചിട്ടുണ്ടോ എന്ന് പറയാനും വദ്ദ. വദ്ദി എന്നത് കമാൻഡ് ആണ്. വദ്ദി. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറയുമ്പോ
ഇവിടെ ബദ്ധ എന്ന് പറയുമ്പോൾ ബദ്ധ വദ്ദത്ത് വദ്ദു വദദത്ത വദദത്തി വദദത്തും എന്നൊക്കെ പറയണം. പക്ഷെ അത് സ്പോക്കണിൽ പറയില്ല, വദ്ദയിത്ത എന്നാ പറയാ. ഇപ്പൊ നമ്മൾ പറയാം ഹുവ വദ്ദ, ഹുവ വദ്ദ. ഇവിടെ നമ്മള് എളുപ്പത്തിന് ഞാൻ എന്താക്കുന്നുണ്ട്, ഇവിടെ ആട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, വദ്ദ, ഹുവ വദ്ദ, ഹിയ വദ്ദത്ത്, വദ്ദു വദ്ദു. ഇവിടെയോ വദ്ദയിത്ത, 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 വദ്ദയിതു. ഇവിടെ ഒരു പ്രത്യേകത എന്താ, മറ്റുള്ളത് പോലെയല്ല, ലാസ്റ്റ് ലെറ്റർ ഡബിൾ ആണ് അല്ലെ, അവസാന അക്ഷരം ഡബിൾ ആണ്, ഷദ്ദുണ്ട് എന്ന് പറയും, ഡബിൾ അക്ഷരാണ് ലാസ്റ്റത്തത്. അപ്പൊ ഇവിടെ പറയുമ്പോഴ് നേരത്തെ ശൈലിയിലല്ല പോവാ, ഇത് യാ എന്നത് എന്താവും, യു ആയി മാറും. ഓരോരുത്തരെയും പ്രതിനിധീകരിക്കുന്ന ലെറ്റേഴ്സ് ഒക്കെ ഊ എന്നാവും. ഞാൻ എന്റെ അന അടക്കം അനയുടെ ആ ഊ ആവും, നായുടെ ന നു ആവും, എല്ലാം ആവണം അങ്ങനെ. അപ്പൊ എന്ത്, യുവതി ഞാൻ എന്നെ കൊണ്ടുവിടാം, അനബുവദ്ദീക് ഫിൽ മക്തബ്, ഞാൻ എന്നെ ഓഫീസിൽ കൊണ്ടുവന്നാക്കാം. അനബുവദ്ദീക് ഫിൽ മക്തബ്, അനബുവദ്ദി ഔലാദ് ഫിൽ മദ്രസ, ഞാൻ കുട്ടികളെ സ്കൂളിൽ വിടാം. അനബുവദ്ദി, ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്നുള്ളതിന് പറയുന്നതാണ്. തമാം. എങ്ങനെയുണ്ട്, കത്തിയോ, മൊത്തത്തെ കത്തി കരിഞ്ഞോ, എന്താ അവസ്ഥ? നമ്മളിവിടെ രണ്ടക്ഷരമുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇനി അങ്ങോട്ടേക്ക് ഒറ്റ ഒഴുക്കങ്ങ് പോകാനേ ഉള്ളൂ, അധികം പണിയില്ല. കത്തിയിട്ടുണ്ട്. ആ, മറ്റേ ഫയർഫോഴ്സ് അണക്കേണ്ട കത്തലല്ലോ, നല്ല കത്തലല്ലേ? മുക്കാലമാത്ത് ഇജ്മാലി എന്ന് പറഞ്ഞ എന്താ അർത്ഥം പറഞ്ഞത്? അത് നിർബന്ധിത കോളാണ്. എടുക്കേണ്ട കോളാന്ന് പറയുമ്പോ മുക്കാലമാത്ത് ഇജ്ബാരി അല്ലെങ്കിൽ മുക്കാലമാത്ത് ലറൂരി എന്നൊക്കെ പറയും. മുക്കാലമാത്ത് ഇജ്ബാരി. ഓക്കെ, യാ ഷെയ്ഖ് മനാഫ്, എങ്ങനെയുണ്ട്, മനസ്സിലായോ? ആദ്യത്തെക്കാളും നമ്മൾ അന്ന് മീറ്റ് ചെയ്തതിനേക്കാളൊക്കെ കത്തിയോ? മനസ്സിലായി, ക്ലിയർ സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഒരു ബുദ്ധിമുട്ടുള്ളൂ. പക്ഷെ ഇപ്പം അല്ല, ഇനി നമ്മളിത് ഫ്രെയിമിംഗ് ഒക്കെ ക്ലിയർ ആവും, നമ്മൾ പറഞ്ഞു വരുമ്പോഴേ ഫ്രെയിമിംഗ് ഒക്കെ ക്ലിയർ ആവും. ഇനി നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷെ ഈ റൂട്ട് മനസ്സിലാവാതെ പറയുമ്പോ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഒരു തപ്പിപ്പിഴ ഉണ്ടാവും. മാത്രമല്ല മുമ്പോട്ട് പോവില്ല, പിടിച്ചു വലിക്കുന്നുണ്ട്. ഓ, ഇതെങ്ങനെ അങ്ങനെ വന്നത്, ഇതെങ്ങനെ ഇങ്ങനെ വന്ന് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും. അതില്ലാതിരിക്കാനാണ് ഈ ശൈലി പറഞ്ഞത്. ഓക്കെ, എന്താണ്? ഒരു സംശയം. പിന്നെ ആദിൽ സാർ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തപ്പോഴത്തേക്ക് യാ ഈ ഉ എന്ന് അവസാനിക്കുന്ന ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു. അതിലിപ്പോ എടുത്ത വാക്കുകളെല്ലാം മിക്കവാറും യായിൽ അവസാനിക്കുന്നതാണ്, രണ്ടക്ഷരമുള്ളതൊക്കെ. അതെ, ഇപ്പൊ അതാണ് ഐ ആയി മാറാം. ആ ഐ ആയി മാറുന്നത് ഒന്ന് പരിചയപ്പെടുത്തിയാണ്. അല്ല, അത് മനസ്സിലായി. മറ്റേ പിന്നെ ഈ ഊ എന്നൊക്കെ വരുന്ന വാക്കുകളുണ്ടോ? എന്നുള്ളത് ഈ ആയി മാറിയിട്ടില്ലേ? ഈ ഫോർമാറ്റ് വന്നിട്ടില്ലേ? ജിത്ത. അതാണോ ഉദ്ദേശിച്ചത്? അല്ല, വെറുപ്പ് അവസാനിക്കുന്ന കാര്യമായി പറഞ്ഞേ. അതെ, അവസാനത്തിൽ വരുന്നല്ലേ, അവസാനിക്കുന്നത് ഈല് വരുന്നതാ. അല്ല, എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പറയുന്നതേ, നമ്മള്
ഒരു മിനിറ്റ്. യാ വഖ്ത് ഫൈറൂസ്, എന്തായിരുന്നു ഡൗട്ട്? ഞാനത് പറയാട്ടോ. അർത്ഥമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അർത്ഥമായിട്ടേ ഇത് വദ്യത്ത് കൊടുത്തയച്ചു എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തയക്കണേനല്ലേ പറയാ വദ്യത്തിന്. അതെ, കൊടുത്തയക്കുന്നതിനും നമ്മൾ കുട്ടികളെ അവിടെ കൊണ്ടുവിട്ടു എന്ന് പറയുന്നതിനും ഡ്രോപ്പ് ചെയ്തു, ഞാൻ ആളെ എന്ന സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ എനിക്ക് വദ്ദ യൂസ് ചെയ്യും. അതല്ല നമ്മളിപ്പോ ഒരു മെസ്സേജ് അയച്ചു അല്ലെങ്കിൽ ഒരു ലെറ്റർ അയച്ചു എന്നൊക്കെ പറയുമ്പോ പറ്റുമോ? ഒന്ന്, അതിന് നമ്മൾ ശരിക്കും റസല എന്നാണ്. റസല യർസിൽ, റസല യർസിൽ, റസൽത്ത് റിസാല. ഈ റസൽത്ത് റിസാലയെ സ്പോക്കനിൽ അർസൽത്ത് റിസാല എന്ന് പറയും, അർസലാക്കിയിട്ട് പറയും. ഒന്നതാണ്. മറ്റൊന്ന് തൊറശ പറയും, തൊറശ, തൊറശ്, തൊറശ, തൊറശ യുത്തരിഷ്. ഓക്കെ, നമ്മളെപ്പോഴും ഒരു സ്പോക്കൺ ലാംഗ്വേജിൽ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാല്, നമ്മൾ ഈ തിയറി പോലെ അങ്ങനെ അതിനുകൊണ്ടാണ് ഇത് വന്നത് അതുകൊണ്ടാണ് അങ്ങനെയൊന്നല്ല. ഒരു റൂട്ട് നമുക്ക് എളുപ്പമുള്ള റൂട്ട് ക്രോസ് വേ ഉണ്ടാക്കണം. ഇപ്പോഴാണ് അത് നമ്മളിവിടെ പഠിപ്പിക്കുന്ന തന്നെ ആവണമെന്നില്ല. നിങ്ങൾക്ക് ഏതാണോ അതിൽ നിന്ന് ക്യാച്ച് ചെയ്തിട്ട് വന്നത് റൂട്ട്, ആ റൂട്ട് ക്യാച്ച് ചെയ്തിട്ട് ഒരൊറ്റ പോക്കങ്ങ് പോയാൽ ഒരിക്കലും നമുക്ക് പിന്നെ ബാക്കോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഒന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാല്, പിന്നെ ഇപ്പൊ നമ്മൾ പറയാണ്, ഇപ്പൊ ഷംസി ഖമരി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഷംസി ഖമരി എന്ന് പറഞ്ഞാൽ എന്താ? അല്ല്. എന്തിനാ അറബിയില് അല്ലെന്ന് പറയുന്നത് ദ എന്നതാണ്. ഞാൻ വിചാരിച്ച സാധനം തന്നെ കേൾവിക്കാരനെ മനസ്സിലാക്കി കൊടുക്കാനുള്ള സാധനമാണ് അല്ല് എന്നത്. ഇപ്പൊ ബൈത്ത് എന്ന് പറയുമ്പോൾ ഏതോ ഒരു വീടാണെങ്കിൽ അൽ ബൈത്ത് എന്ന് പറയുമ്പോൾ ഞാൻ കരുതിയ ഈ വീട് എന്നുള്ള രീതിക്കായി, ദ ഹൗസ് എന്നതായി. അതാണ് അല്ലുള്ളത്. ഈ അല്ല് കേൾക്കും പുറത്തേക്ക് ചിലതില്, അല്ല് ചിലതില് പുറത്തേക്ക് കേൾക്കില്ല. ഇതിന് ഈ പറഞ്ഞ പോലെ എന്താണ് ഷംസി ഖമരി എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ ലെവലില് എന്താണ് എല്ലാവർക്കും കയറണമെന്നില്ല. എല്ലാവർക്കും കയറുന്ന ഒരു ശൈലി ഞാൻ പറയട്ടെ. എന്താണെന്നറിയോ? നാവ് പൊക്കി പറയുന്ന അക്ഷരങ്ങളിലൊക്കെ അല്ല് അതിലേക്ക് കൂട്ടി യോജിപ്പിച്ച് പറയും. ഈ അല്ല് പുറത്തേക്ക് കേൾക്കില്ല, പക്ഷെ ഈ അക്ഷരം രണ്ടെണ്ണാവും. ഉദാഹരണം പറഞ്ഞാൽ അൽ സൗദി എന്ന് പറയാറില്ല, സൗദി എന്ന് പറയുള്ളൂ. സൗദി രണ്ടെണ്ണായി. ലാ എന്ന് നാവ് പൊക്കി പറയുന്നതാണ്. ലാമിന് അല്ല് വന്നാൽ അല്ല് കേൾക്കില്ല, ലാം എന്നേ കേൾക്കുള്ളൂ. റാ എന്ന് നാവ് പൊക്കി പറയുന്നതാണ്. റാന്റെ കൂടെ അല്ല് വന്നാൽ റാ എന്നേ പറയൂ. എന്ത് കേൾക്കില്ല? റഹീം എന്നേ നമ്മൾ കേൾക്കുള്ളൂ, അൽ റഹീം പറയാറില്ല. അല്ലെ? ഇങ്ങനെ നാവ് ഇങ്ങനെ കയറ്റി വെച്ച് പറയുന്ന അക്ഷരങ്ങൾക്കൊന്നും അല്ല് കേൾക്കില്ല, അതിന് രണ്ടെണ്ണമായി മാറും എന്നതാണ്. രണ്ടാമത്തത് എന്താന്ന് വെച്ചാല്, പിന്നെ നമ്മൾ ചുണ്ടുകൊണ്ടും തൊണ്ട വഴിയും പറയുന്ന അക്ഷരങ്ങൾക്കൊക്കെ അല്ല് കേൾക്കും. അതാണ് അൽ മുസ്തഷ്ഫ, ഹോസ്പിറ്റൽ മുസ്തഷ്ഫ, അൽ മുസ്തഷ്ഫ ദ ഹോസ്പിറ്റൽ, അല്ലെ? ഇനി തൊണ്ട വഴി പറയുന്ന ഗുർഫ, റൂം, അൽ ഗുർഫ എന്ന് പറയണം, അല്ല് കേൾക്കും എന്നതാണ്. തൊണ്ട വഴി പറയുന്നവർക്ക് അല്ല് കേൾക്കും, അതേപോലെ തന്നെ ചുണ്ടുവഴി പറയുന്നതിനും അല്ല് കേൾക്കും. പിന്നെ അതിലുള്ള ഒന്നാണ് സ്പെഷ്യൽ ജ, ജാക്കും അല്ല് കേൾക്കും. ജ എസിനൊന്നും അല്ല് കേൾക്കില്ല. സ, ഷ, സ്വ അതിനൊന്നും അല്ല് കേൾക്കില്ല. ല എന്ന് പറയുന്ന നാവ് ടച്ച് ചെയ്തിട്ടാണ്, അതിനും അല്ല് കേൾക്കില്ല. അതേ സ്ഥാനത്ത് ആ അക്ഷരം രണ്ടെണ്ണായി മാറും. ഇതാണ് നമുക്ക് പഠിക്കാൻ എളുപ്പം എന്നാ ഞാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയൊന്നുമല്ല. ഒറ്റ റൂട്ട്, ഒറ്റ വഴി നമുക്ക് ഇവിടെ സംസാരിക്കണം. അതിന് ഇന്നതൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്ന വിഭവങ്ങള് മധുരവും എല്ലാം ചേർത്തിട്ട് അങ്ങ് തരണം. അപ്പോഴേ അത് പറയാൻ കഴിയുള്ളൂ. അതാ ഞാൻ പറഞ്ഞുകൊണ്ട് എന്ന് ചുരുക്കം. അല്ലാതെ ഇങ്ങനെ അവിടെയാണ്, ഇവിടെയാണ്, അവിടെത്താണ്, ഓക്കെ. നമ്മൾ നിർത്താണ്. ഇവിടെയും ടൈമാണ്. മാലേഷ്, ടൈം വൈകി. മഷ്കൂർ ജിദ്ദൻ യാ ജമാഅ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ഇതിന്റെ റെക്കോർഡിംഗ് കിട്ടും ഇപ്പോഴത്തെ ഇന്നത്തെ? തീർച്ചയായിട്ടും ഇപ്പത്തേയും കിട്ടും. ഞാൻ പേഴ്സണലായിട്ട് തരും. നിങ്ങൾ പേഴ്സണൽ ഇനി ആരെങ്കിലും മെസ്സേജ് എനിക്ക് വായിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അയക്കണം. പേരും ഡീറ്റെയിലും എല്ലാവരും തരണം കേട്ടോ. ഓക്കെ. മഷ്കൂർ യാ ജമാഅ, ശുക്രാൻ ലക്കും ജസീല. മഅസ്സലാമ. ഇസ്മായിൽ എന്തോ ഡൗട്ട് ഉണ്ടല്ലോ? യാ ഇസ്മായിൽ, ഇസ്മായിൽ കാ എന്തോ ഡൗട്ട് ഉണ്ടോ? ഓക്കെ ഇൻഷാ അല്ലാഹ്. മഅസ്സലാമ യാ ജമാഅ.